Hi, hello, and welcome to Cinema Express. Welcome to Malayalam Cinema Roundtable for the year 2024. ഈ വർഷത്തെ ഗെയിം ചേഞ്ചേഴ്സ് ഓഫ് ദ ഇയർ ആണ്. റൈറ്റർ DOP ഓഫ് കിഷ്കിന്ദാകാന്ഡം ബാഹുൽ രമേശ്, ഡയറക്ടർ ഓഫ് ARM അജയൻ്റെ രണ്ടാം മോഷണം ജിതിൻ ലാൽ, ഡയറക്ടർ ഓഫ് സൂക്ഷ്മദർശിനി ജിതിൻ MC, ആക്ടർ സിദ്ധാർത്ഥ് ബർദൻ ഫോർ ബ്രഹ്മയുഗം ആൻഡ് സൂക്ഷ്മദർശിനി, ആൻഡ് ക്രിസ്റ്റോ ടോമി ഫോർ ദ ഫിലിം ഉള്ളൊഴുക്ക്, ഡയറക്ടർ. വെൽക്കം ഓൾ. ഓക്കെ, സോ 2024 എല്ലാവരെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ചും മലയാള സിനിമയെ സംബന്ധിച്ചും ഹാസ് ബീൻ എ ഫാൻറ്റാസ്റ്റിക് ഇയർ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സ്റ്റാർട്ട് വിത്ത് വെരി പ്ലസൻറ്റ് തിങ്. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് മെമ്മറീസ് ഓഫ് ദ ഇയർ എന്താണ്? റിഗാർഡിങ് ഈ പടത്തിൻ്റെ റിലീസായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പടം ഫസ്റ്റ് ഡേ നിങ്ങൾ ഓഡിയൻസിനൂടെ കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കിട്ടിയ ഒരു റെസ്പോൺസ് ആയിരിക്കാം. ഐ ജസ്റ്റ് വോണ്ട് ടു നോ നിങ്ങളുടെ ഫേവറേറ്റ് മെമ്മറി ഓഫ് ദ ഇയർ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബാഹുൽ. മൈ ഓൺ ഫിലിമാണോ? അത് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങളുടെ ഫേവറേറ്റ് മെമ്മറി ഓഫ് ദ ഇയർ. അത് നിങ്ങളുടെ സിനിമയെ കുറിച്ചായിരിക്കും, വേറൊരു സിനിമ കണ്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ട. എനിക്ക് ഈ പറഞ്ഞ ഈ ഇയറിലെ ഫെബ്രുവരി മാർച്ച് ആയിരുന്നു ബാക്ക് ടു ബാക്ക് റിലീസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ഹൈ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. ഇറങ്ങുന്നു ആ പടം ഹിറ്റ്, അടുത്ത ആഴ്ച നെക്സ്റ്റ് ബ്രഹ്മയുഗം ഇറങ്ങും, അതൊക്കെ ഉണ്ട്, അതും ഹിറ്റ്. അപ്പോൾ ഒരു സിനിഫൈൽ എന്നുള്ള രീതിയിൽ ഇറങ്ങുന്ന എല്ലാം ഹിറ്റാണല്ലോ എന്ന് പറയുന്നൊരു ആൾക്കാർ കൂട്ടത്തോടെ പോകുന്നു തിയേറ്ററിലേക്ക്. വീണ്ടും ആൾക്കാർ ഒരു പടം കണ്ടിട്ട് നിർത്തുന്നില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വെറുതെ പറയാറുണ്ടല്ലോ, ഒരു ഇത്രയൊന്നും ബാക്ക് ടു ബാക്ക് പടങ്ങൾ ആൾക്കാർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. വൺസ് ഇൻ എ വൈൽ ഒരു ഫാമിലി ഒരു പടം മാത്രമേ കാണുള്ളൂ. അതൊന്നും അങ്ങനെയൊന്നും അല്ല. നല്ല പടങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാ പടങ്ങളും ആൾക്കാർ പോയി കാണും എന്നുള്ള രീതിയിൽ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്ന രീതിയിൽ എൻ്റെ പടം വരാൻ പോകുന്നു, അതും ഒരു പോസിറ്റീവ് ആണ്. കാരണം കുറച്ചു കാലം മുന്നേ, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ പറഞ്ഞ ഒരു തിയേറ്റേഴ്സിലേക്ക് ആൾക്കാർ കുറവാണ് ഒരു അങ്ങനെ സംസാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഓക്കെ, ആൾക്കാർ വീണ്ടും വോളണ്ടിയർലി വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഗുഡ് സൈൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് OTT റിലീസുകളുടെയും കുറച്ചും കൂടെ എണ്ണം കുറഞ്ഞു. പിന്നെ ആൾക്കാർക്കും പൊതുവെ ഇപ്പം നമ്മളൊക്കെ നാട്ടിലൊക്കെ വീട്ടിലത്തെ നമുക്ക് അറിയുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ പോലും ഇപ്പോൾ തിയേറ്ററിലേക്ക് പോയി കാണാൻ മുമ്പൊക്കെ, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് ഈ ആഴ്ച ഏതാണ് OTT ഇറങ്ങാനുള്ളത് എന്ന് ചോദിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏതാ പടം കളിക്കുന്നത്, അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ച ഏതാ പടം റിലീസ് ആവാനുള്ളത് എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഒരു ഹെൽത്തി സൈനായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് അല്ല, എന്നെ സംബന്ധിച്ചോളം 8 വർഷത്തെ സ്വപ്നം നടന്ന വർഷം 2024. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ 2024 അത്രയും ഹിറ്റ് സിനിമകളുണ്ടായ, കമേഴ്ഷ്യൽ ഹിറ്റ് അല്ലെങ്കിൽ ഇത്രയും റവന്യൂ ജനറേറ്റ് ആയ ഒരു വർഷമാണ്. അപ്പൊ ആ വർഷത്തില് ഞാൻ ചെയ്ത ഒരു സിനിമയും പാർട്ടായതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരുപാട് ആൾക്കാര് കണ്ട ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിലും അതായിരുന്നു ആഗ്രഹം. അത് കറക്റ്റായിട്ട് ഡെലിവർ ആയി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ജിതിൻ, യുവർ എൻഡിങ് ദ ഇയർ ഓൺ എ ഹൈ മലയാള സിനിമയിലെ ഇപ്പോൾ ഉള്ള ഏറ്റവും സൂക്ഷ്മദർശിനി ആൾക്കാർ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷം. എനിക്ക് അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ദീപക് പറമ്പോളുമായിട്ട് എനിക്ക് വീണ്ടും ഒരു സൗഹൃദം. കാരണം ഞങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 5 വർഷത്തോളം ഉണ്ടാതിരിക്കുന്ന ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ചെറിയൊരു ആക്ച്വലി ദീപക്കുമായിട്ട് വീണ്ടും ആ പഴയ ഒരു ഇതിലേക്ക് വന്നു. എനിക്ക് സുഹൃത്തിനെ തിരിച്ചു കിട്ടി നല്ല രീതിയിൽ എനിക്ക് 2024 പേഴ്സണലി ഭയങ്കര. ഓക്കെ, ഈ പടത്തിലേക്കായിട്ട് വിളിക്കുകയായിരുന്നു ദീപക്കിനെ? അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് വിളിച്ചത്. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾ തമ്മിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും പഴയൊരു സൗഹൃദം. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. സിദ്ധാർത്ഥനെ സംബന്ധിച്ച എനിക്ക് ഡബിൾ ആണ്. വർഷം തുടങ്ങിയത് ബ്രഹ്മയുഗത്തിൽ, വർഷം തീരാൻ പോകുന്നത് സൂക്ഷ്മദർശിനിയിൽ. സോ അതിന്റെ മുകളിൽ ഇനി എന്താണ്? അതെ അതെ, ആക്ടർ എന്ന നിലയിൽ ഒരു വൺ കംബാക്ക് ആണ്. ആക്ടർ എന്നുള്ള നിലയിൽ ഒരു തിരിച്ചറിവും കൂടെ ആയിരുന്നു. യു ക്യാൻ ഗോ ആഡ്. പിന്നെ ബാഹുൽ പറഞ്ഞ പോലെ ഈ പീപ്പിൾ കമ്മിങ് ബാക്ക് ടു ദ തിയേറ്റേഴ്സ് ആൻഡ് ബാക്ക് ടു ബാക്ക് ഒരാഴ്ചയുടെയൊക്കെ ഗ്യാപ്പിൽ നല്ല സിനിമകൾ വരുന്നു. ബട്ട് സ്റ്റിൽ ഓൾ ആർ മാച്ചിങ് ടു 100 crore കൈൻഡ് ഓഫ് എ തിങ്. അത് ഓഡിയൻസിന്റെ സപ്പോർട്ട് തന്നെയാണ്. സോ ഇത്രയും ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ നമ്മുടെ ഓഡിയൻസ് കൂടെ നിൽക്കും. ദേ ആർ ഓൾസോ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി അപ്രിസിയേഷൻ. എന്നെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ഉള്ളൊഴുക്കിൻ്റെ റിലീസായിരുന്നു. കാരണം 8 വർഷം എടുത്തു ഈ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ നമ്മുടെ സിനിമ ഇറങ്ങി കഴിയുമ്പം കിട്ടുന്ന ഒരു റെസ്പോൺസും ഒരു ലവും ഒക്കെ. കരയൻ സേനയുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നന്നായി സ്വീകരിപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് നിൽപ്പുണ്ട്. അപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവിടെ വെച്ച് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ ബുക്ക് മൈ ഷോയിൽ
നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഗ്രീനോ ഓറഞ്ചോ വരുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഫിലിം എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടത് ഒരു ഭയങ്കര ഒരു ഹൈ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സിനിമ അല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഇത് കാണാനായിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമോ. ഇപ്പം ഞാൻ തന്നെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും നമ്മൾ കരയാനായിട്ട് എന്തിനാണ് തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളു വിചാരിക്കും കർത്താവ് എൻ്റെ സിനിമ വരാനുണ്ട്. അപ്പം പക്ഷേ ആ സിനിമ ഇറങ്ങി അത് നന്നായിട്ട് ആൾക്കാർ തിയേറ്ററിൽ വന്ന് അത് കണ്ടു. ഈവൻ അത് സംസാരിക്കുന്ന സബ്ജക്റ്റ് കുറച്ച് സീരിയസ് ആണെങ്കിലും മലയാളികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണോ എന്ന് വരെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ മൗണ്ടിയെ നോക്കിയ സമയത്ത്. പക്ഷേ ഒരുപാട് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വന്ന് കണ്ടു, പ്രായമുള്ളവർ കണ്ടിട്ട് സിനിമയെ പറ്റി ഭയങ്കര നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളത് ഭയങ്കര വളരെ എനിക്ക് തോന്നുന്നു ആ ഒരു റിലീസിൻ്റെ സമയത്ത് തന്നെയായിരുന്നു ഏറ്റവും മറക്കാനാകാത്തൊരു മെമ്മറി. ഓക്കെ. ഇപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ഇപ്പോൾ ആ ഒരു ഫെബ്രുവരി മാർച്ച് കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആവേശം, ആടുജീവിതം, ഇതെല്ലാം വന്നിട്ട് വി വർ സഡൻലി ടോക്കിംഗ് ഇൻ ക്രോസ്, ഹൺഡ്രഡ്സ് ഓഫ് ക്രോസ്, വിച്ച് വാസ് നോട്ട് ദ യൂഷ്വൽ നോം ഇൻ മലയാളം. നമ്മൾ മറ്റ് ഇൻഡസ്ട്രീസിലാണ് അങ്ങനെ ഒരു ടോക്കൊക്കെ വരാറ്, ബോക്സ് ഓഫീസ് കളക്ഷൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ഡു യു തിങ്ക് അത് നമ്മൾ ഒരു സഡൻലി വി ഡിഡ് സംതിങ് ഡിഫറെൻറ്റ്, ഓർ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ പോസ്റ്റ് കോവിഡ് പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു എന്താ പറയുക സഡൻ അറ്റൻഷൻ ഒക്കെ ഉണ്ടല്ലോ OTTസിൻ്റെ ഒക്കെ ഒരു വരവോടെ, അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നോ, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഈ OTTയുടെ വരവും മലയാള സിനിമയുടെ മാറ്റവും ഒരു ചെറിയ ലിങ്കിങ് ഉണ്ട്. ടെക്നീഷ്യൻസ് വേർ ലൈക്ക് ടെക് ഗൈസ് റിയലി പുഷ്ഡ്. അതുവരെ വന്നുകൊണ്ടിരുന്ന മലയാള സിനിമയെന്ന് ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ പുഷ് ചെയ്തു. കൂട്ടത്തിൽ തന്നെ ഓഡിയൻസിനും ഇതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അവരതിനെ കാണുന്നതിലും സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്യുന്നതിലും. ഇപ്പോൾ ലൈക്ക് ക്രിസ്റ്റോ സൈഡ്, ഹിസ് ഫിലിം ഇസ് മോർ ഓഫ് എൻ എമോഷണൽ ആംഗിളിലുള്ള ഒരു ഫിലിമാണ്. ഇപ്പോൾ സ്വതവേ എല്ലാവരും വിചാരിച്ചു വെച്ചേക്കണ ഭയങ്കര ബഹളമുള്ള സിനിമയാണ് തിയേറ്ററിൽ വർക്കാവുന്നതെന്ന്. അതിനെ തൃപ്തിയതാണ് പുള്ളിയുടെ സിനിമ. സോ ഓഡിയൻസ് ആർ ഓൾസോ ലൈക്ക് ഇത്തരം സീരിയസ് ഡെപ്തുള്ള സിനിമകൾ നമ്മൾ കാണാൻ തയ്യാറ് തന്നെയാണ്, പ്രൊവൈഡഡ് ഇറ്റ് കീപ്സ് ദം എൻഗേജ്ഡ്. വലിച്ചു നീട്ടിയുള്ള പരിപാടിയിൽ ദേ ആർ നോട്ട് ഓക്കെ ഫോർ ഇറ്റ്. അപ്പോൾ ഓഡിയൻസിൻ്റെയും ഒരു ഭീകര സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ എവല്യൂഷനിലേക്ക്, മലയാള സിനിമയുടെ എവല്യൂഷനിലേക്ക് ഓഡിയൻസിൻ്റെയും ഭീകരമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രൊവൈഡഡ് നമ്മുടെ ടെക് സൈഡും ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് പോലെ ടെക്നിക്കലി ഇത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ഫിലിംസും, ബ്രഹ്മയുഗം പോലെ, ഇപ്പോൾ ബ്രഹ്മയുഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിലിംസ് ദാറ്റ് ഡിഫൈൻ ഓഡിയൻസ് ടേസ്റ്റ് അല്ലെങ്കിൽ ഫിലിം ദാറ്റ് സൂട്ട്സ് ഓഡിയൻസ് ടേസ്റ്റ്, അങ്ങനെ രണ്ട് ഇപ്പോൾ ലിജോ റീസെൻ്റ്ലി പറഞ്ഞതാണ്. അപ്പോൾ ബ്രഹ്മയുഗം ഞാൻ നോക്കുമ്പോൾ ഫിലിംസ് ദാറ്റ് ഡിഫൈൻ ഓഡിയൻസ് ടേസ്റ്റ് ആണ്. അതൊക്കെ മുൻമാതൃകകളില്ല അങ്ങനത്തെ ഒരു സിനിമ വരുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു, അതിന് ഇത്രമാത്രം കമേഴ്ഷ്യൽ റീച്ച് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് വലിയ ഒരു അത് വർക്ക് ചെയ്ത യു ഡോണ്ട് ഹാവ് എനി റെഫറൻസ് ടു ദാറ്റ് ഫിലിം അല്ലേ? ആക്ടിങ് ആണെങ്കിലും ബേസിക്കലി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് രാഹുലിന് ഒരു ക്ലീൻ ഐഡിയ ഉണ്ടായിരുന്നു, ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് ഓരോ ക്യാരക്ടേഴ്സ്. സോ നമുക്ക് റെഫറൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു. പുള്ളി ഇങ്ങനെ ഫുൾ ഫീഡ്ബാക്ക് തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ പാരാമീറ്റേഴ്സിൽ ആ ബൗണ്ടറീസിൽ നിന്ന് ചെയ്താൽ മതി. സോ ആൻഡ് ഫൈനലി വെൻ ഇറ്റ് പെയ്ഡ് ഓഫ്, രാഹുൽ ഹാഡ് എ വിഷൻ. അതുള്ള എൻ്റെ ഒരു സാധനം. ഓക്കെ. ആൻഡ് നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പെർസിസ്റ്റൻസ് എന്ന വർക്ക് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ ജിത്തിനാണെങ്കിലും ജിത്തിൻ MC ആണെങ്കിലും ക്രിസ്റ്റോ ആണെങ്കിലും ഇത്രയും വർഷമാണ് ഒരു പ്രൊജക്റ്റിന് വേണ്ടി നിങ്ങൾ യു ഹവ് ഡിവോട്ടഡ് ദ ടൈം ആൻഡ് എഫേർട്ട് ആൻഡ് ഓൾ. 8 ദിവസം കൊണ്ട് എഴുതിയതാണ്. 8 ദിവസം കൊണ്ട് എഴുതിയതാണ്. പക്ഷേ 4 വർഷം അതിൻ്റെ പുറകിലൊരു എഫേർട്ട് പോയിട്ടുണ്ട്. സോ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റിൽ ആ പെർസിസ്റ്റ് ചെയ്ത് ആ ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടാ, കാരണം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ മൂവ് ഓൺ ചെയ്ത് വേറെ ഐഡിയാസ് നമുക്ക് ചെയ്യാം എന്ന് പറയാം, അപ്പോഴും നിങ്ങൾ ഇതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള ആ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയുക, അത് ആ ഒരു ഡിറ്റർമിനേഷൻ അത് എവിടെ നിന്നാണ്? ബേസിക്കലി ആ തോട്ട് സൂക്ഷ്മ തോട്ടിലുള്ള എൻ്റെ ഹൈ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് വർക്കാവും, ഞാനിത് കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു ഇത്. അപ്പൊ അത് ഇറങ്ങുന്നത് വരെ എന്തായാലും എനിക്ക് ഹൈ ഉണ്ട്. പിന്നെ ഞാൻ കിഷ്കിന്ദ കണ്ടിരുന്നപ്പോ എനിക്ക് ടെൻഷനായി. ആക്ച്വലി അതിൽ കുറെ എലമെന്റ്സ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഡേ കണ്ടാണ്. ദിഞ്ചിത്തിന്റെ പടം കൂടെ ആയതുകൊണ്ട് ഞാൻ കാണണം. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ മെമ്മറി, പറഞ്ഞ പോലെ പിന്നെ അപർണയുടെ ക്യാരക്ടർ കാണുമ്പോൾ ഞാൻ അയ്യോ പണിപാളിയാണ് നല്ല രീതിയിൽ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി റൂട്ട് ഡിഫറെന്റ് ആണ് ഇതാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ടെൻഷൻ
സിമിലർ ടു ഒരു ഐഡിയ വരുന്നു എന്നുള്ളത് എപ്പോഴും ഒരു ടെൻഷനാണ്. പിന്നെ ഡേറ്റഡ് ആയി പോവോ എന്നുള്ളത്, ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുള്ള അതാണ് എപ്പോഴും എനിക്ക് തോന്നുന്നു ഉണ്ടാകുന്ന ആൻസൈറ്റി ഉണ്ടാകുന്ന ഒരു സംഭവം. അത് വരാത്തിടത്തോളം കാലം നമ്മുടെ ഹൈ അത് തന്നെ. ജിതിൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത് ആ 8 വർഷം എന്ന് പറയുന്നത്? ബേസിക്കലി ആ ഒരു പേഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ ഇപ്പം ഏറെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാൻവാസിൽ ആയിരുന്നില്ല സ്റ്റാർട്ടിങ് പ്ലാൻ ചെയ്ത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന കോവിഡും അങ്ങനെയുള്ള ആ ഗ്യാപ്പ് വന്നപ്പോൾ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് മാറി, സിനിമയെ സമീപിക്കുന്നത് മാറി. ഇപ്പം ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒരുപാട് കണ്ടന്റ്സ് കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ തോന്നി നമ്മൾ അതിൽ നിന്നും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവണം. അപ്പോൾ ആ സമയത്തും വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫിലിംസ് ആൾക്കാർ കണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലെവൽ ഓഫ് ഇതെങ്കിലും നമ്മൾ കൊടുത്തിട്ട് ആയിരിക്കണം ആൾക്കാരെ കൊണ്ടുവരേണ്ടതെന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തുള്ള ഈ പറയുന്ന അഡ്വഞ്ചർ എന്ന് പറയുന്ന ആ ഏരിയയും വേൾഡ് ബിൽഡിങ്ങും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാൻറ്റസി സിനിമകൾ പണ്ടെല്ലാം വർക്ക് ആയിട്ടുണ്ട്. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അങ്ങനെ വരാതെ, അല്ലെങ്കിൽ ഫാൻറ്റസി ചെയ്താൽ ഇവിടെ വർക്ക് ആവത്തില്ല, ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. അപ്പം അത് എത്രത്തോളം റൂട്ടഡ് ആയിട്ട് ചെയ്യുക എന്നുള്ള വർക്കിംഗ് എടുത്ത ടൈം അത് വേർത്തായിട്ട് തന്നെ തോന്നി. അല്ലെങ്കിൽ അതിലൊരു റിഗ്രറ്റോ അങ്ങനെയൊന്നുമില്ല. ഇത് ഇത്രയും ലേറ്റ് ആയാലും എല്ലാം റൈറ്റ് പ്ലേസ്, ആ ഒരു റൈറ്റ് ടൈം എന്നുള്ളതിൽ ആ 8 years വേർത്തായിട്ട് തന്നെ. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ഞാനും വിശ്വസിക്കുന്ന നടക്കേണ്ട സമയത്തേ നടക്കത്തുള്ളൂ. അപ്പോൾ ആ ഗോയിനെ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പറയുന്ന എനിക്ക് ഇഷ്ടം ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഓഡിയൻസിനെ തിയേറ്ററിൽ കൊണ്ടുവരുന്ന, അവർക്കൊരു ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇഷ്ടം. അതിന് എത്ര സമയം എടുത്താലും അങ്ങനത്തെ സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. ക്രിസ്റ്റോ ആണെങ്കിലും ഒരു 8 yearsോളം ഈ ഒരു പടത്തിന് വേണ്ടി അത് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലല്ലോ അല്ലേ? കാരണം നിങ്ങൾ ആ സ്ക്രിപ്റ്റ് കോൺടെസ്റ്റ് ഒക്കെ വിജയിച്ച് പെട്ടെന്നൊരു പ്രൊജക്റ്റ് ആവും എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നിന്നല്ലേ പിന്നെ കോവിഡ് വരുന്നു, പിന്നെ ഒരു ഡിലേ വന്നിട്ട് ഇത്രയും കാലം. അതെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഇത് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ഇങ്ങനെ അച്ചാച്ചൻ മരിച്ചപ്പോൾ ഞങ്ങൾ 8-9 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, വെള്ളപ്പൊക്കം കാരണം അടക്കാൻ പറ്റാതെ. അപ്പം ആദ്യത്തെ സിനിമ ഇതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കണം എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതുമ്പം തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി അത് എഴുതാൻ തുടങ്ങി മനസ്സിലായി വിചാരിച്ചത്ര എളുപ്പമല്ല ഇത് ക്രാക്ക് ചെയ്യാൻ എന്നുള്ളത്. അപ്പം ആ എഴുത്തിനൊരു സമയം എടുത്തു. പക്ഷെ എങ്കിലും വിചാരിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ സിനിമ ചെയ്ത് കഴിയാം എന്നാണ് നമ്മൾ അന്ന് വിചാരിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നൊരു സമയത്താണ് കോവിഡ് വരുന്നത്. പിന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ 1 വർഷത്തിലൊരു ചെറിയ വിൻഡോ ഉള്ളൂ. കാരണം ഇത് മൺസൂൺ, വെള്ളപ്പൊക്കവും മഴയൊക്കെ ആയ കാരണം ഒരു ജൂൺ തൊട്ട് സെപ്റ്റംബർ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് ഷൂട്ട് ചെയ്യണം. കാരണം അതിൻ്റെ അറ്റ്മോസ്ഫിയറും വെള്ളം കെട്ടി നിർത്തണം. അപ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അടുത്ത വർഷത്തേക്ക് മാറിപ്പോവും. അപ്പം കറക്റ്റ് ഈ കോവിഡിൻ്റെ പീക്ക് ടൈം എല്ലാം ഈ ഒരു ജൂൺ സെപ്റ്റംബർ സമയത്തായിരുന്നു. അപ്പം അത് ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ 2ാമത്തെ വർഷം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. എല്ലാം സെറ്റിംഗ്, ആർട്ട് വർക്കൊക്കെ തുടങ്ങി, എല്ലാ ടെക്നീഷ്യൻസ് എല്ലാം വന്നു. പക്ഷെ 10 ദിവസം മുമ്പ്, ഷൂട്ടിന് 10 ദിവസം മുമ്പ് വീണ്ടും അത് മാറിപ്പോയി. അങ്ങനെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരുന്നു. ഞാൻ ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സിനിമ നടക്കുമോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സിനിമ മാറിപ്പോയൊരു സമയത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് സിനിമ. അപ്പം അമ്മച്ചിയും എൻ്റെ ആൻറ്റിയും ഒക്കെ വീട് മാറി താമസിച്ചിരുന്നു. അവർ വാടക കൊടുത്തിട്ട് വേറെ വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ ഈ വീട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ഇതിങ്ങനെ കിടക്കുവാണ്. പൊളിച്ചും പോയി, എന്നാൽ ഷൂട്ട് നടക്കുന്നില്ല, അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല. അപ്പോൾ അവർ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് പോയ സമയമായിരുന്നു. അപ്പം അവർ സ്വന്തം വാടക കൊടുത്തിട്ട് ഈ വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം, തിരിച്ചു വരട്ടെ അതോ ഷൂട്ട് നടക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ഷൂട്ട് നടക്കുമെന്ന്, നിങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ താമസിച്ചോ, കാരണം ഇതിന് എപ്പോൾ നടക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഇല്ല, നടക്കും എന്നുള്ള വിശ്വാസത്തിൽ അവർ വീണ്ടും വെയിറ്റ് ചെയ്തു. പിന്നെ അത് അടുത്ത വർഷം പ്രൊഡക്ഷനിലേക്ക് പോയി. അപ്പം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച സമയങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, ഇത് നടക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു സിനിമയ്ക്കപ്പുറം എനിക്ക് ആ ഐഡിയ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ഒക്കെ കാരണം എനിക്കിത് ഒരു സിനിമ ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്.
പിന്നെ ആ ഒരു ഐഡിയയിലുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു കഥയിലുള്ളൊരു വിശ്വാസം എനിക്കിത് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഈ പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഫസ്റ്റ് സിനിമയായിട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, കാരണം വെള്ളപ്പൊക്കം വേണം, ഇങ്ങനത്തെ ഒരു സ്കെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യും, വേറൊരു സിനിമ ചെയ്തിട്ട് ഇത് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും എനിക്കെന്തോ ഈ കഥയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ആയിരുന്നു. പക്ഷേ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ജിം പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്തേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് പിന്നെ ഷൂട്ടിങ്ങിലേക്ക് എത്തുകയും പിന്നെ റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പം ഞാൻ ഇനി ആഗ്രഹിക്കില്ല അങ്ങനത്തെ അത്രയും സമയം എടുക്കും ഒരു അടുത്ത പ്രോജക്റ്റ്. അതെ അതെ അതെ, ഇനിയും അങ്ങനെ 8 വർഷം എടുക്കാനുള്ള ഒരു കെൽപ്പില്ല. ഇപ്പോൾ ഈ ക്രിസ്റ്റോയുടെ സിനിമയുടെ കാര്യം പറഞ്ഞാൽ സെറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജിതിൻ്റെ സിനിമയ്ക്കാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നമ്മുടെ ബാഹുലിൻ്റെ കിഷ്കിന്ധാകാന്ഡമാണെങ്കിലും എനിക്ക് തോന്നുന്നു കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ കുറച്ച് ഇൻറ്റീരിയർ പോർഷൻസോ എക്സ്റ്റീരിയർ പോർഷൻസോ ബ്രഹ്മയുഗത്തിൻ്റെ വീടുമായിട്ട് പക്ഷെ അത് പലരും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതെ അതെ അതെ. സോ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ആ വീടും ആ പരിസരം, അത് കണ്ടുപിടിക്കാനൊക്കെ വളരെ പ്രധാനം. ഒരുപാട് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഹാപ്പി ഓപ്പോസിറ്റ് സമീർക്കയുടെ അടുത്ത് വന്ന് കഥ പറയുമ്പോഴേ സമീർക്കൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ പറയുമ്പോൾ പ്രോജക്ട് ഡിസൈൻ വെച്ച് ഭയങ്കര ഈസിയാണ്, പക്ഷെ ഇത് കണ്ടെത്താന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കി ഇങ്ങനെ തന്നെയാണ് വീടുകളുള്ളത്, എല്ലാവരും അടുത്തടുത്താണ്. പക്ഷെ നമുക്ക് ക്രൈറ്റീരിയാസ് ഉണ്ട് എക്കണോമി വൈസ്. ഇപ്പൊ നമുക്ക് അതിനകത്ത് സുലുവിനെ പിടിച്ച് ബേസിൽ വീട്ടിലാക്കാൻ പറ്റില്ല, എല്ലാവർക്കും എക്കണോമി വൈസ് ഒരു വീടുണ്ട്, അപ്പൊ അതുപോലെ കിട്ടണം. കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ ഇത് കിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ മാനേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല. അവര് ഒന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ തന്നെ ഇറങ്ങണം. നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ വർഷങ്ങളായിട്ട് തപ്പിയിട്ടും കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 20 ഞാൻ ഹാപ്പി ഹൗസിൽ വന്നതാണ്. അന്ന് മുതലേ തപ്പുന്നുണ്ട്, പക്ഷെ സാധനം കിട്ടുന്നില്ല. അവ 2021 വീട് കിട്ടി. കാരണം അതും നമ്മള് അന്വേഷണം പോകുന്നത് ആദ്യം ഒരു റിസർച്ച് നടത്തിയില്ല, എവിടെയാണ് കൂട്ടിക്കിടക്കുന്ന വീടുകൾ കൂടുതലുള്ളത്. നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാടാണ്, അവിടെ 30% പോപ്പുലേഷൻ ഉള്ളു, അപ്പൊ അവിടെ ആയിരിക്കും വീടുകൾ ഉണ്ടാവുക വെറുതെ എന്നുള്ളത്. അപ്പൊ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് കുറെ അന്വേഷണം നടത്തി. അപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വീടുകളും ഒരുപോലെയാണ്, എല്ലാം അപ്പർ ക്ലാസ് ആണ്, എല്ലാവരും നല്ല മാനുവലും പോലെ ഇരിക്കണം, അത് പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു മൂലക്കരണം കിട്ടി. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. നല്ല ഇപ്പൊ ഷൂട്ട് ചെയ്തതിനെക്കാട്ടിലും അടിപൊളി ലൊക്കേഷനാണ്. അപ്പൊ അതിന്റെ ഓണർ 5 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മൈൻഡ് മാറി, തരാൻ ബുദ്ധിമുട്ടായി. ഇല്ല അല്ല, ഷൂട്ട് തുടങ്ങാനെല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു. അന്ന് വേറെ ആക്ടേഴ്സ് ആയിരുന്നു 2021. അപ്പൊ ആക്ച്വലി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ മൈൻഡ് മാറി. എന്റെ 2 വീട് പുള്ളിയുടെ ആയിരുന്നു, പുള്ളിയുടെ ചേട്ടനാനും അങ്ങനെ പൂട്ടിക്കിടക്കുന്ന വീട്. അതായത് നസ്രയുടെ വീടും ബേസിലിന്റെ വീട്, മെയിൻ 2 വീട് നമുക്ക് വെറുതെ കിടക്കുന്ന 2 വീട്. അതേ ഇതിൽ ബാക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം സാധനം. അപ്പൊ പുള്ളി 5 ദിവസം കഴിഞ്ഞ പുള്ളിയുടെ മൈൻഡ് മാറി, പുള്ളി തരാൻ പറ്റില്ല. അപ്പൊ ഇത് പുള്ളിയെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറെ പ്രോസസ്സ് ഞാൻ നടത്തി നോക്കി, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അപ്പൊ വീണ്ടും വന്നു. പിന്നെ ഡ്രോപ്പ് എന്നുള്ള മൂഡിലായി. 22 അവസാനമൊക്കെ ആയപ്പോഴാണ് പിന്നെ നസ്രിയ വരുന്നത്. പിന്നെ ബേസിൽ വന്നു, അപ്പോഴും ലൊക്കേഷൻ ആയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ അപ്പോഴും സമീർക്ക് പറയുന്നുണ്ട് ആക്ച്വലി എല്ലാം ഉണ്ട്, ഇതില്ലെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഈ പറഞ്ഞ പോലെ മാനേഴ്സിനെ വെച്ചിട്ട് കണ്ടെത്തല് ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ നമ്മൾ പരസ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു, ഇന്ന ഡിസ്റ്റൻസിൽ വേണം എന്ന് മനസ്സിലായി. ഇത് കണ്ടാലും ആൾക്കാർക്ക് വലിയ വ്യക്തത ഉണ്ടാവില്ല, പക്ഷെ എങ്കിലും കുറെ കോളുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ പരസ്യം ചെയ്തു. സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും പരസ്യം ചെയ്തപ്പോൾ ഒരു 1500 പേര് വിളിക്കണ്ട്. പല നമ്മളെ ജില്ല ഇങ്ങനെ വേണം നിർബന്ധമൊന്നും വെച്ചിട്ടില്ല, കേരളത്തിൽ എവിടെയും നല്ല രീതിയിലാണ് വെച്ചത്. അപ്പൊ കുറെ കോളുകൾ വന്നു. നമ്മളെ ADs എല്ലാവരും അതിൻ്റെ അകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ കുറെ മാനേഴ്സ് കണ്ടുപിടിച്ചു, ഭയങ്കര വളരെ ഇന്റീരിയേഴ്സിലുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ നമുക്ക് എറണാകുളം ജില്ല തന്നെ കിട്ടി. അങ്ങനത് ഓൾറെഡി ഒക്കുപൈഡ് ആയിട്ടുള്ള വീടുകളായിരുന്നല്ലേ? അതില് പിന്നെ എല്ലാമല്ല, 1-2 ഒക്കെ ആപ്റ്റാണ് ഒരു വീട് തന്നെ ആ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലായി. പ്രിയദർശിനിയുടെ ഒരാൾ താമസിക്കുന്നുണ്ട്. പുള്ളിയെ ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നമ്മളെ കൺവിൻസ് ചെയ്ത് പുള്ളിയെ വേറൊരു വീട്ടിൽ താമസിപ്പിച്ച് അങ്ങനെ ഒക്കെയാണ്. പക്ഷെ ആ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. അവര് ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചക്കയും എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ 2024 സ്റ്റാർട്ടിങ്ങിൽ
ഒരു എന്താ പറയുക ഒരു അലിഗേഷൻ എന്ന നിലയിൽ പറഞ്ഞിരുന്നത് എല്ലാവരും വേറെ അത് വിമൻ ഇൻ മലയാളം സിനിമ എന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമകളിലൊന്നും നമ്മളുടെ സിനിമകളിൽ ഫീമെയിൽ ആക്ടേഴ്സിനും ക്യാരക്ടേഴ്സിനും പ്രോമിനൻസ് ഇല്ല എന്ന നിലയിൽ. പക്ഷേ ഇവൻച്വലി നമ്മുടെ ആക്ടേഴ്സ് ക്യാൻസ് വരെ പോയി, പിന്നെ സ്കോപ്പ് ഷെഫിന് ചെയ്തു, ഉള്ളവർക്ക് ചെയ്തു. അതാ പറഞ്ഞത്. ആക്ച്വലി ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് ഗ്രീൻ ലൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് ജിതിന് അങ്ങനെ? ഞാൻ ആക്ച്വലി ഹാപ്പി അവേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ആക്ച്വലി വേറെ പ്രൊഡക്ഷനിൽ പോകും. അവർക്ക് എല്ലാവരും കഥ ഇഷ്ടപ്പെടുന്നു. അപ്പം അവർക്ക് അത് ചെയ്യാനുള്ള നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രശ്നമാണ് ആക്ച്വലി അത് ബിസിനസ് വൈസ് ചെയ്യാനും ഒക്കെ. അപ്പം പക്ഷെ ഹാപ്പി അവേഴ്സിൽ വന്നപ്പം അവരുടെ കണ്ടന്റാണ് നോക്കിയത്. ഉറപ്പായിട്ടും ബിസിനസ് ഒരു സൈഡിലുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾക്കും വർക്ക് ആകുമ്പോഴാണ് ആക്ച്വലി അത്. അതിന് മുന്നേ അത് പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഫീമെയിൽ ലെഡ് ആയതുകൊണ്ട് അത് അവർക്കൊരു എന്താ പറയാ അത് ഇൻഡസ്ട്രിയുടെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, സ്കീമാറ്റിക്സിന്റെ ഒരു പ്രശ്നമാണ്. കഥ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ ഇത് മൗണ്ട് ചെയ്ത് ഈ ബഡ്ജറ്റ് റിക്കവർ ചെയ്യാന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രോബ്ലമാണ്. ക്രിസ്റ്റോക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്കൊന്ന് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ലെഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് അത് മൗണ്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴും നമ്മളിപ്പം ഒരാളുടെ അടുത്ത് പോയി പറയുവാണ് എൻ്റെ സിനിമയിൽ ആരാ ചെയ്യുന്നത് പാർവതി മുറുഷി എന്ന് പറഞ്ഞാൽ അല്ല ആരാ അവരുടെ ആരാന്നുള്ള ചോദ്യത്തിൻ്റെ മീൻ ചെയ്യുന്നത് മെയിൽ സ്റ്റാർസ് ആരാണെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് സമയത്തും ഒക്കെ ഈ ഇതുകൊണ്ടുണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ബോംബെയിലാണെങ്കിൽ നമ്മളൊരു സ്റ്റോറി ചെന്ന് പറയുമ്പം അത് ഫീമെയിൽ ലെഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. നമ്മളത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അതാണ് സിറ്റുവേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അതേപോലെ ഈ അൺപ്രഡിക്റ്റബിലിറ്റി പോസ്റ്റ് കോവിഡ് ഇവിടെ ഉള്ള സിനിമകളിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല തിയേറ്ററിൽ ഏതാണ് വിജയിക്കുന്നത് ഏതാണ് വിജയിക്കാത്തത്. ഇപ്പോൾ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ഇപ്പോൾ ഭയങ്കര സ്പെക്ടക്കിൾ ഹെവി ആയിട്ടുള്ള പടങ്ങൾ അതൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ. പക്ഷേ ഒരു ഡ്രാമ ഹെവിയാണ് ഉള്ളൊഴുക്ക് തിയേറ്ററിൽ സക്സസ് ആയിരുന്നു. ഈവൻ വെൻ നിങ്ങൾ രണ്ടും ക്ലാഷ് ചെയ്തപ്പോഴും കിഷ്കിന്ധാകാന്ഡം ഏറം പോലെ ഒരു വിഷ്വലി ഒരു എക്സ്ട്രാ വഗാൻസ പോലൊരു സിനിമയായിട്ട് പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ കട്ടയായിരുന്നു ഒരു 2 ആഴ്ച വരെ. അങ്ങനെ ഒരു അതേപോലെ ഇപ്പോൾ ഭരതനാട്യം സൈജു കുറുപ്പിൻ്റെ സിനിമ അത് കോവിഡ് അതായത് OTT വന്ന ശേഷം ഓൾമോസ്റ്റ് യുനാനിമസ്ലി പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ തിയേറ്ററിൽ സിനിമ നന്നായിട്ട് പോയില്ല. ആ അൺപ്രഡിക്റ്റബിലിറ്റി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ആ കോൺട്രാസ്റ്റ് ഹെൽത്തി ആയിരിക്കുന്നതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഈ പറഞ്ഞ മിക്സഡ് ജോണേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. ലൈക്ക് ഒരേ ഒരു ഫാമിലിയിൽ ഒരേ ഒരു വൈബിൽ തന്നെ പോകുന്ന പടങ്ങൾ വരുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ എക്സോഷൻ വരും. അപ്പോൾ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജനറൽ നോംസ് ആണെന്നൊന്നും അറിയില്ല, അങ്ങനെ പറയുന്നില്ല. ഒരേ ടൈപ്പ് ഓഫ് വൈബിലുള്ള ഒരേ ടൈപ്പ് ഓഫ് പേസിങ്ങിലുള്ള ഇത് തന്നെ വരുമ്പോൾ ആൾക്കാർ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിന് ചിലപ്പോൾ ഒരു പെർസെൻറ്റേജിന് ഒരു എക്സോഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ടൈപ്പ് പടങ്ങൾ മാത്രമേ ഉള്ളൂ, പണ്ടൊക്കെ ആയിരുന്നു പടങ്ങൾ, അങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ ജോണേഴ്സും ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ഇൻ്റർവെൽസിന് മാറി വരുമ്പോൾ എവറി പെർസെൻറ്റേജ് എല്ലാ വിഭാഗക്കാരും ഓക്കെയാണ്. അവർക്ക് അത് കാണേണ്ടവർക്ക് അത് കാണാം. അത് കണ്ട് പൈസ വസൂലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ മറ്റേതും കൂടെ കണ്ടേക്കാം. അപ്പോൾ അത് ഭയങ്കര ഹെൽത്ത്. അപ്പോൾ ഈ വർഷം എസ്പെഷ്യലി അത് ഞാൻ ഈ പറഞ്ഞ ഫെബ്രുവരി മാർച്ചിലൊക്കെ അത് അതിൻ്റെ ഒരു പീക്ക് കണ്ട പരിപാടിയായിരുന്നു അല്ലേ. മഞ്ഞുമല എഴുതുന്നു, പ്രേമൽ വരുന്നു, വരുന്നു, ആവേശം, പിന്നെ വാഴ വന്നു. അപ്പോൾ ആ ഒരു മിക്സഡ് പരിപാടി, ആ കോൺട്രാസ്റ്റ് ആക്ച്വലി ഇപ്പം നമ്മളായാലും അതെ അല്ല ബേസിക്കലി സിനിമ നല്ലതാണെങ്കിൽ ഓഡിയൻസ് എന്നുള്ളതാണ്. അവരുമായിട്ട് പ്രോപ്പറായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. അവരെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെയിൽ ഡോമിനന്റ് ആണോ അതോ ഫീമെയിൽ ഡോമിനന്റ് ആണോ ഇതൊന്നും ഇറ്റ്സ് ഓൾ ഓൺ പേപ്പർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഡിയൻസിന് പ്രശ്നമില്ല, ഓഡിയൻസിന് അവർക്ക് അവരെ എൻഗേജ് അവരെ ഇന്നാക്കുക സിനിമയില്. അതിന് ഒരാഴ്ച 3-4 സിനിമ നല്ലത് വന്നാൽ പോലും അവരേറ്റെടുക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരുപാടുകൂടി നമ്മളെ സിനിമയുടെ ഒരുപാട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഇൻ ദ സെൻസ് ഇപ്പോൾ മ്യൂസിക് പോലും ഇപ്പോൾ ഇപ്പോൾ റീൽസിലേക്ക് എങ്ങനെ ഈ പാട്ട്, അതായത് അതൊരു സിനിമയുടെ സക്സസിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ARMലെ ആ പാട്ട്, ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയ 2 പാട്ടും, പ്രത്യേകിച്ച് വൈക്കം വിജയലക്ഷ്മി പാടിയ ആ പാട്ട് ആ സിനിമയ്ക്ക് വലിയ രീതിയിലൊരു ബൂസ്റ്റിംഗ് ആയിരുന്നു. KGF ശേഷം
ഒന്ന് തന്നെ എനിക്ക് അത് നിങ്ങള് സ്കൂളിലൊക്കെ പത്തിമാരായണത്തിന് പകരം ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികള് ഇത് പാടുന്ന അത് ബേസിക്കലി നമ്മളത് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഈ പറയുന്ന ദിബുവും മനുവും സുഹൃത്തായിട്ട് നേരത്തെ തന്നെ അത് സ്ക്രിപ്റ്റില് അതിന്റെ വേർഡിങ്സ് ഏതൊക്കെ വേർഡ്സ് അതിനകത്ത് വരണമെന്നുള്ളത്. കാരണം സിനിമയുടെ ആ ക്ലൂ ഇരിക്കുന്നത് ഈ പറയുന്ന പാട്ടിന്റെ വേർഡ്സിലായിരിക്കണം എന്നുള്ളത് നേരിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ അത് മനു എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് സ്പെസിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ദിബു ചെയ്യുന്ന ആ മെലഡി ഭയങ്കരമായിട്ട് എല്ലാവർക്കും കിട്ടും, അല്ലെങ്കിൽ എല്ലാവർക്കും ഈസിലി പാടാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അതിനകത്തുള്ള വേർഡ്സും ഒരു കുട്ടിക്ക് പോലും പാടാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ ആ അമ്മമ്മ പാടിക്കൊടുക്കുന്ന പാട്ട് അമ്മമ്മ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു അമ്മ. അപ്പൊ അതിൽ കൂടുതൽ ലിറ്ററേച്ചർ കൊണ്ടുവരാതെ ഈസിലി എല്ലാവർക്കും പാടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് അതൊരു 1.5 hours കൊണ്ടിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാട്ട് ഇത്രയും ഇതാവുമെന്ന് നമ്മൾ ഒരിക്കലും. നിങ്ങൾക്ക് നിങ്ങളുടെ 8 year പെർസിസ്റ്റൻസിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ പാട്ട്. അതെ അതെ. അല്ല, എനിക്ക് തോന്നുന്നു നേരത്തെ ഇപ്പൊ KGF എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഈ ലല്ലബീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം നരനിലുള്ള ഇതൊക്കെയാണ് ഞാൻ കൊടുത്തതെങ്കിലും, പക്ഷെ അതിനൊരു ഈ ലല്ലബിക്കൊരു രാഗമുണ്ട്. ആ രാഗത്തിൽ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ഭയങ്കര അട്രാക്ഷനാണ്. ശരിയാ, എന്റെ 4 വയസ്സ് മോള് ഇത് പാടി നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ വാക്കുകൾ സിമ്പിൾ ആയിട്ട് അവരുടെ വായിലേക്ക് വരാൻ പറ്റുന്നുണ്ട്. ഇപ്പം മറ്റേ ലവ് സോങ് ആണെങ്കിലും അതും ആദ്യം നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇതെന്ത് ലിറിക്സ് ആണെന്ന് കുറച്ച് പേര് ചോദിച്ചു, തമിഴ് ഇതാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഒരു മാസ് ഓഡിയൻസിലോട്ട് എത്തുമ്പം അവർക്ക് ഈസിലി പാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരത് പാടി തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും അത് ക്രിസ്റ്റോ ഇങ്ങനത്തെ സിനിമയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചതാ. തീർച്ചയായിട്ടും. ലൈക്ക് മുള്ളൊഴുക്ക് ഓൾറെഡി ചെയ്തു, അതിന് 8 വർഷം എടുത്തു. ഇനി വീണ്ടും ഒരു ഉള്ളൊഴുക്ക് ചെയ്യാൻ എനിക്ക് അടുത്ത 8 കൊല്ലം ഇല്ല. 8 കൊല്ലം ഇല്ല. അല്ല, എനിക്ക് തോന്നുന്നു ക്രിസ്റ്റോയ്ക്ക് അങ്ങനത്തെ ഈ നമ്മളെ ഓഡിയൻസിന് ഇങ്ങനെ ഇത് ചെയ്യുന്നൊരു എല്ലാ സാധനത്തിലും അങ്ങനെ ഒരു ഹുക്ക് പോയിന്റിൽ നമ്മളെ നിർത്താനുള്ളൊരു പ്രത്യേക താല്പര്യം. എൻ്റെ അടുത്ത് നമ്മുടെ അപ്പു ഭട്ടതിര് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്റ്റോയുടെ ഷോർട്ട് ഫിലിം എടുത്ത് നോക്കിയാലും കുറെ എഴുതി വെച്ചേക്കുന്നതിലെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ കളർഫുൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും. എന്താണ് ഈ പറഞ്ഞ പോലെ കാന്താരയോ പുഷ്പയോ പോലത്തെ സിനിമകളൊക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. കാരണം ഉള്ളവർക്ക് ഓൾറെഡി കഴിഞ്ഞു. ഇനിയും ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ആസ് എ റൈറ്റർ പോലും നമുക്ക് ഡിഫറെൻറ്റ് ജോണേഴ്സ് ഉള്ള സിനിമകൾ ചെയ്യാനും, ഇപ്പം ജിം പറഞ്ഞ പോലെ ഓഡിയൻസ് ആ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് അവർ അതിൽ എക്സൈറ്റഡ് ആകുമ്പോഴാണല്ലോ നമുക്കൊരു ഹൈ കിട്ടുന്നത്. ആ ഹൈ എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ ഒന്നിലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആൾക്കാർ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യുന്ന ആ സിനിമകൾ തന്നെ, അങ്ങനത്തെ സിനിമകൾ തന്നെ എടുക്കാനാണ് ആഗ്രഹം. അതിനകത്ത് നമുക്ക് എന്ത് പുതുമ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിലൂടെ എങ്ങനെ പറയാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ ആലോചിക്കുന്നത്. ജിതിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് എനിക്ക് കുറച്ചുകൂടി ഈ പീരിയഡ് ഫിലിംസ് ചെയ്യാനാണ് താല്പര്യം, മൊബൈലുള്ള പടം ഞാൻ ചെയ്യില്ല മൊബൈലുള്ള സിനിമകൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നറേറ്റീവിൽ മൊബൈൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കാര്യങ്ങൾ. സോ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, എനിക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന ഈ വിഷ്വൽ പരിപാടികൾ നമ്മൾ മറ്റേ ഇപ്പൊ മൊബൈൽ വന്ന സമയത്തുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മറന്നു പോയിട്ടുള്ള ആ റൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഒരു വിഷ്വൽ പരിപാടി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു. പിന്നെ ജിത്തിന്റെ ഒബ്സർവേഷൻ ഓഫ് സ്ക്രിപ്റ്റിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. എടുത്ത് ഫോൺ ചെയ്താൽ മതി, അവർക്കൊരു ടെക്സ്റ്റ് ഇട്ടാ പോരെ. ഇതിപ്പോ അത് പറ്റില്ല. അല്ല, ഇപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് ത്രില്ലർ ഫിലിംസ് ഒക്കെ വരുമ്പോൾ തന്നെ എല്ലാം കുറച്ച് പുറകോട്ടാണ്. അത് കുറച്ച് സെറ്റ് ചെയ്യുന്ന ഒരു 2000s early 2000s. കാരണം ഇത് എളുപ്പമല്ലേ, CCTV ഉണ്ട്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് വളരെ. അപ്പോൾ ജിതിൻ്റെ ആണെങ്കിലും എനിക്ക് ജിതിൻ്റെ ഇമാജിനേഷൻ ഭയങ്കര രസമാണ്. ജിതിൻ എന്നോട് അന്നവരൊക്കെ പറഞ്ഞ അങ്കോർ വാട്ട് ഓൺ ടോപ്പ് ഓഫ് മറ്റേ ഹൈസ്റ്റ് സീക്വൻസ് ഉണ്ട് ARMനകത്ത്. അപ്പോൾ പുള്ളി അങ്ങനെയൊക്കെയാണ് ഇമാജിൻ ചെയ്യണം, ഇൻവേർട്ടഡ് മൗണ്ടൻസ് ഇങ്ങനത്തെ. അല്ല, ബേസിക്കലി
എനിക്ക് ഈ ബേക്കൽ ഫോർട്ട് കാണുമ്പോഴത്തേക്ക് അതിന്റെ മുകളിലൊരു ഒരു ഫോർട്ട് അല്ല ഫോർട്ടിന്റെ മുകളിൽ ഒരു പാലസ് വന്നാൽ എങ്ങനെ ഇരിക്കും, അതായത് അതിന്റെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ പൊളിഞ്ഞു പോയതല്ലാതെ. അതെ, അതിന്റെ മുകളിൽ ഒരു സ്ട്രക്ചർ ഉണ്ടായ. അപ്പൊ ഞാൻ എന്റെ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അതിന്റെ മുകളിൽ ഒരു മൈസൂർ പാലസ് പോലെ ഇരിക്കുകയും വേണം, അതിന്റെ ടോപ്പിൽ അങ്കൂർ വോട്ട് പോലെ ഇരിക്കണം. അങ്കൂർ വോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, പക്ഷെ നമ്മൾ ഈ കാണുമ്പോഴത്തേക്ക് ഉള്ള ഒരു നമ്മൾ ആ കേരള എന്നുള്ള സാധനം ബ്രേക്ക് ചെയ്തിട്ട് നമ്മളൊരു വേൾഡ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമയിലൊരു 3000 ഷോട്ട് VFX ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ VFX പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന 8 വർഷത്തിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം മൈൻസ്റ്റൈൻ സ്റ്റുഡിയോസിലുള്ളവരാണെങ്കിൽ അപ്പു ആണെങ്കിലും ഇവരൊക്കെ കൂടുതലും VFX ഓറിയൻറ്റഡ് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ എനിക്ക് അതിലൊരു ഫാസിനേഷൻ തോന്നിയിട്ടാണ് ഞാൻ അതിൽ ഇപ്പം നോർമൽ മൗണ്ടൻസ് വേണ്ട, കേരളത്തിൽ കാണുന്ന മൗണ്ടൻസ് വേണ്ട, വിയറ്റ്നാമിൽ നിന്നുള്ള, അതും വിയറ്റ്നാമിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇപ്പം ജെയിംസ് ക്യാമറോൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ മാസ്റ്റർ ക്ലാസ് കാണുമ്പോഴത്തേക്ക് അവർ ഈ ചൈനീസ് മൗണ്ടൻ ഇൻവേർട്ടഡ് ആക്കി വെച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്നുള്ളൊരു മൗണ്ടൻ എടുത്ത് കേരളത്തിൻ്റെ ബാക്കിലോട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെയുള്ള ആ വേൾഡ് ബിൽഡിങ്ങിലാണ് ഞാൻ ഇത്. അതായത് ഇപ്പൊ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളം അല്ലാതെ ഉള്ള ഒരു കേരളം അങ്ങനെ ഒരു ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഇൻസ്പിറേഷൻസ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ക്യാമറോൺ ഡയറിയൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതുമ്പോഴും അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു സ്പാർക്ക്, ഒരു ഐഡിയ, ഇൻസ്പിറേഷൻസ് ഉണ്ടാവുമല്ലോ. ബാഹുലിന് ഒബ്വിയസ്ലി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് ബാഹുൽ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ OST കേട്ടുകൊണ്ട് എഴുതുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. സോ എവറി ടൈം ഇങ്ങനെ എന്തെങ്കിലും എഴുതുമ്പോൾ അത് ആ ഒരു റെഫറൻസ് എപ്പോഴും ഉണ്ടാവുമോ? ഏതെങ്കിലും മ്യൂസിക്കലി ആണെങ്കിലും അല്ലെങ്കിലും വിഷ്വലി ആണെങ്കിലും അങ്ങനെ പടങ്ങളുടെ റെഫറൻസസ്? ചിലർ പെയിൻറ്റിങ്സിൻ്റെ കാര്യം പറയാറുണ്ട്. മ്യൂസിക്കാണ് കൂടുതലും റെഫറൻസിന് വേണ്ടിയിട്ട്, ഒരു മൂഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കേൾക്കാറ്. കൃഷ്ണനാടൻ്റെ കാര്യത്തിൽ ഇൻഡസ്ട്രിയൽ തന്നെയായിരുന്നു, ത്രൂ ഔട്ട് ഇൻഡസ്ട്രിയൽ പരിപാടി തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞൊരു കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു ക്രിസ്റ്റോഫറുമായിട്ട്, കുറച്ച് ഓവർ ദ ടോപ്പ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് റിയാലിറ്റി ആയിട്ടുള്ള നടക്കാൻ സാധ്യതയുള്ള ഡ്രാമകൾ എങ്ങനെ കുറച്ചുകൂടെ റൂട്ടഡാണ്, ഗ്രൗണ്ടാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ അങ്ങനെയാണല്ലോ, ഔട്ട് ഓഫ് ദ ബോക്സ് കോൺസെപ്റ്റാണ്, സൈഫൈ ആണ്, പക്ഷെ അതിൻ്റെ ഒരു പളുങ്ക് പെരിഫറൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യലായിട്ട് തോന്നില്ല. അത് ഭയങ്കര അതിൻ്റെ പളുങ്കൊക്കെ കട്ട് ഡൗൺ ചെയ്തിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ഗ്രിറ്റി ആയിട്ടാണ് അവർ പോയേക്കണത്. അപ്പോൾ അതുകൊണ്ട് മോർ ക്ലോസ് ടു ഹേർട്ടായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്കോറും എല്ലാം ഉൾപ്പെടെ. പിന്നെ കോർ ലെവലിൽ അതിന് ഇമോഷൻസാണ്, ഫാദർ ഡോട്ടർ ഇമോഷൻസാണ്, നമ്മുടെ കയ്യിലായാലും ഒരു ഫാദർ സൺ ഇമോഷനാണ്. അപ്പോൾ അതുകൊണ്ട് എസ്പെഷ്യലി എൻ്റെ ക്ലൈമാക്സ് ഏരിയയിലൊക്കെ ഇത് തന്നെയായിരുന്നു, ഇൻഡസ്ട്രിയൽ മ്യൂസിക് തന്നെയായിരുന്നു കേട്ടോണ്ടിരുന്നത്. സൂക്ഷ്മദർശിനിയെ കുറിച്ച് ഞാൻ അതുല്യ ആണോ ലിബിൻ്റെ ആണോ ഓർമ്മയില്ല, ഒരു ഇൻ്റർവ്യൂ, റൈറ്റേഴ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത്. സോ ബേസിക്കലി സൂക്ഷ്മദർശിനി ഒരു എന്താ പറയുക, ഹരിഹർ നഗറിൻ്റെ ഒരു റോൾ റിവേഴ്സലാണ് എന്ന രീതിയിൽ. അതായത് 3-4 പെണ്ണുങ്ങളുടെ ഇടയിലേക്ക്, അല്ല ആണുങ്ങളുടെ ഇടയിലേക്ക് മായ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നതാണ് ഹരിഹർ നഗർ. ഇതിനകത്ത് 3-4 പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് മാനുവൽ ആൻഡ് ഹിസ് ഫാമിലി വരുന്നതാണ് എന്നുള്ള രീതിയിൽ. അത് പിന്നെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഓരോ രീതിയിലും വർക്ക് ചെയ്ത്, പല രീതിയിലും വർക്ക് ചെയ്ത്. പിന്നെ എപ്പോഴും പറയുന്നത് സത്യനന്ദിക്കാട് സെറ്റിങ്ങിൽ ഒരു ഹിച്ച്കോക്ക് പടം പറയണമെന്നുള്ളത്. അത് എനിക്ക് ആക്ച്വലി ഹിച്ച്കോക്ക് സിനിമകൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ ഇപ്പോൾ അടുത്ത സിനിമയാണെങ്കിലും ഞാൻ എപ്പോഴും റീവിസിറ്റ് ചെയ്യുന്നത് സ്ക്രീൻ റൈറ്റിംഗ് ആണ് പുള്ളിയുടെ സിനിമകളുടെ പ്രത്യേകത. അപ്പം അതൊരു എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ബേസിക്കലി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരു തലയണ മന്ത്രം, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ജോഗ്രഫി കാണുന്നത്. അതിലോട്ടൊരു മിസ്റ്ററി, ഹിച്ച്കോക്കിയൻ മിസ്റ്ററി പറയാം. ഇപ്പോൾ വെർട്ടിഗോ പോലെ ഒരു കഥ പറയാം. പക്ഷേ അതിൽ ഹിച്ച്കോക്കിൻ്റെ കുറേ അധികം സിനിമകൾക്കുള്ളൊരു ഹോമേജ് ആയിട്ടാണ് ഞാൻ ആ സിനിമയെ അപ്രോച്ച് ചെയ്തത്. ബട്ട് പ്ലാൻ വർക്ക്ഡ്, നോട്ട് എ കോൺസെപ്റ്റ് പ്ലാൻ. സിദ്ധാർത്ഥ് ആസ് എ ഫിലിം മേക്കർ ഓൾസോ, സിദ്ധാർത്ഥന് അങ്ങനെ ഇൻസ്പിറേഷൻസ് ഒക്കെ അച്ഛൻ്റെ അല്ലാതെ ഉള്ള ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യാറുണ്ടോ സിനിമകൾക്ക്? തീർച്ചയായും ഇൻസ്പിറേഷൻ ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല. ആർട്ട് ഇല്ല, സൺറൈസ് ഇല്ലെങ്കിൽ ആർട്ടില്ല. സോ തീർച്ചയായിട്ടും എല്ലാം എടുക്കാറുണ്ട്. ബാഹുലിനെ പോലെ മ്യൂസിക് ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. ബിക്കോസ് ആ ഒരു സീൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേസും എല്ലാം നമുക്ക് ഈ പറഞ്ഞ മ്യൂസിക്കിൻ്റെ പേസിനനുസരിച്ച് കിട്ടും. ഒരു സീൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ മേ ബി ആ ഒരു സൗണ്ട് ട്രാക്കിൻ്റെ കാലയളവിൽ തന്നെ മൊത്തം അത് കിട്ടും നമുക്ക്. സോ
തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഓക്കെ. സോ അതേപോലെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ വരുന്ന ഡിസ്കഷൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഡിസ്കഷൻ വയലൻസ് ഓൺ സ്ക്രീൻ ഭയങ്കര കൂടുതലാണ് നമ്മളുടെ സിനിമകളിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഹൈപ്പർ മസ്കുലിൻ നാരേറ്റീവ്സ് കുറേ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വയലൻസിൻ്റെ പോർട്രയൽ വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സെൻസർ ബോർഡിൻ്റെ ആണോ ഇവിടുത്തെ ട്രിഗർ വാർണിങ്സ് ഒക്കെ വളരെ സ്ക്യൂഡാണ് അതിൻ്റെ ഒരു പാരമീറ്റേഴ്സൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് വയലൻസ് ഓൺ സ്ക്രീൻ? ഇപ്പോൾ എനിക്ക് സൂക്ഷ്മദർശനിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അധികം കാണിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ അതെ 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 വെരി ലൈറ്റ്. ഈ സിനിമ ഒരു ഫാമിലിക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ ഫിക്സ് ചെയ്യാൻ ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്? ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ പറയുന്നത്. ഇങ്ങനത്തെ ഒരു നമ്മുടെ സത്യനിധികൾ സെറ്റിംഗ് നമ്മൾ വയലൻസ് കാണിച്ച് ഓഡിയൻസ് നമ്മളെ പോകും. അപ്പൊ അത് നമ്മള് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ആക്ച്വലി കാണിക്കാൻ പോകുന്ന വയലൻസിന്. നമ്മൾ അത്രയും അങ്ങനെ പിടിച്ചാൽ മതി എന്നുള്ളത് പ്രൊഡക്ഷന്റെ ഞങ്ങളുടെ ഒക്കെ ഡിസിഷൻ ആണ്. ഇൻക്ലൂഡിങ് ദ കളർ ടോൺ ആൻഡ് ഓൾ ദാറ്റ്. ബ്ലഡ് പോലും മറ്റേ റെഡ് സാധനത്തിൻ്റെ ഇതുപോലും കുറവായിരുന്നു. ഇറ്റ് വാസ് എ വെരി കോൺഷ്യസ് ഡിസിഷൻ. പിന്നെ ഈ അല്ലാതെ മറ്റേ വയലൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് ഓഡിയൻസ് ആ മാസ്കുലിൻ ടോക്സിസിറ്റി തന്നെയാണ്, വിച്ച് ഇസ് ദയർ ഇൻ ദി സൊസൈറ്റി ഇവൻ ദോ വി ടോക്ക് അഗെയിൻസ്റ്റ് ഇറ്റ്. അത് വളരെ വ്യാപകമായിട്ട് സൊസൈറ്റിയിലുണ്ട്. ഈ പറഞ്ഞ ടോക്സിക് മാസ്കുലിനിറ്റിയൊക്കെ ഇട്ടടിക്കുന്നതും അവർ തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യണത്. മാറിയിട്ടില്ല. ജിതിന് അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ടാർഗറ്റഡ് ഓഡിയൻസ് ഇപ്പോൾ ARMലാണെങ്കിലും സ്റ്റാർട്ടിങ് വാരിയർ സീക്വൻസിനകത്ത് കുറച്ച് ബ്ലഡ് ഷെഡ് ഉണ്ട്. അപ്പം ഞാൻ UK പോയ സമയത്ത് അവിടെ ഉള്ളവരൊന്നും ഈ കുഞ്ഞിക്കുകൾ വരുന്ന ഓപ്പണിംഗ് സീക്വൻസ് കണ്ടിട്ടേ ഇല്ല. കാരണം അവിടെ സെൻസേർഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബിസിനസ്സിനെയും കൂടെ കുറേ രീതിയിൽ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ എത്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ എല്ലാ സാധനങ്ങളും എല്ലാവരും കാണുന്ന പോലെ കാണണമെന്നില്ലാന്ന് അങ്ങനെ മനസ്സിലായി. അപ്പോൾ അറിയത്തില്ല, ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വയലൻസോ അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് കുറച്ചുകൂടെ ഈ പറയുന്ന ഫാമിലി ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസിന് ആയതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അത് ശ്രദ്ധിക്കാറുണ്ട്. അത് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്, സെക്കൻഡ് ഹാഫിൽ കുറേ ലാഗുണ്ട്. സിനിമയുടെ പേസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ഓരോ സിനിമയ്ക്ക് ഓരോ പേസിംഗ് ഉണ്ട്. പക്ഷേ ആ പേസിങ്ങിനെ മനസ്സിലാക്കാതെ പലരും ലാഗ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ലാഗ് ഉണ്ടായിരിക്കാം. സോ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ലാഗ്? അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ ഓഡിയൻസിന് കുറഞ്ഞത് ആണോ വൺ ഓഫ് ദ റീസൺസ് എന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ റീൽ ജനറേഷനിലൊക്കെ ആണല്ലോ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആൾക്കാർ ഭയങ്കര ക്രിട്ടിക്കലി അതിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി, അനലൈസ് ചെയ്ത് തുടങ്ങി. ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യുക, അതിനകത്ത് ഒരുപാട് ലോജിക്കോ പരിപാടികളോ കീറിമുറിക്കലൊന്നും ഇല്ലാതെ. ഞാനൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടുകാരുടെ കൂടെ ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെയൊക്കെ സിനിമ പോയി കാണുമ്പോൾ അപ്പം നമ്മൾ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് കണ്ടുപിടിക്കാം, അതൊന്നും അന്നൊരു ലാഗെന്നോ നമ്മൾ അങ്ങനെ പറയത്തില്ല. എഡിറ്റിംഗ് ശരിയായില്ല, മറ്റേ അങ്ങനെ ഭയങ്കര ടെക്നിക്കലി ഇതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇറ്റ്സ് ഓൾസോ സൈൻ ഓഫ് ഓഡിയൻസ് ഇവോൾവിംഗ് അല്ലേ? അതെ അതെ അതായത് നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോണ്ടന്റ് അടക്കം നമുക്കെല്ലാം ഇപ്പോൾ ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ്. സോ ആളുകൾക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾസോ ട്രൂ ദാറ്റ് എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടി ക്രിട്ടിക്കലാണ്. ഇൻക്ലൂഡിംഗ് ഫിലിം മേക്കിംഗ് അവൈലബിൾ ഓൺ യുവർ ഫിംഗർ ടിപ്സ്. അതെ അതെ, ഹൗ ടു ഡു എഡിറ്റിംഗ്, പേസിംഗ് എല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ അവർ ക്രിട്ടിക്കലി തന്നെ അതിനെ അനലൈസ് ചെയ്യാൻ. ബിഫോർ റിലീസ് നമ്മൾ ഇനിഷ്യലി കൊടുക്കുന്ന പ്രോമിസ് ഇല്ലേ, അത് ജെന്യുവൻ ആയിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഡു നോട്ട് പ്രോമിസ് സംതിങ് ആൻഡ് ഗിവ് സംതിങ് എൽസ്. അങ്ങനെ ആയി പോകാതിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ കൃഷ്ണനാടത്തിൻ്റെ കാര്യത്തിൽ ടീസർ ചെയ്ത് അത്യാവശ്യം കൊള്ളാവുന്ന കോംപ്ലിമെൻറ്റ്സ് കിട്ടി. പക്ഷെ കുറച്ച് പേരെങ്കിലും അതൊരു ഫാസ്റ്റ് പേസ്ഡ് അഡ്വഞ്ചർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കൊരു ട്രെയിലറും കൂടെ ഇറക്കാനുണ്ട് റിലീസിന് മുന്നേ. അപ്പോൾ അതിൽ നമ്മൾ ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലാവരുത്. പടം എന്താണോ, പടത്തിൻ്റെ പേസ് എന്താണോ, പടത്തിൻ്റെ മൂഡ് എന്താണോ, അതിൻ്റെ ഒരു റിപ്ലിക്ക അതിൽ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഓഡിയൻസ് വേറൊന്ന് പ്രതീക്ഷിച്ചിട്ട് വരും, അവർക്ക് ഒരിക്കലും പടം ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രെയിലറിൽ ബോധപൂർവ്വം ഡൗൺ പ്ലേ ചെയ്ത്, പേസ് ഡൗൺ പ്ലേ ചെയ്ത്, ഫാമിലി ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ക്രൈം ത്രില്ലർ ആംഗിൾ കുറച്ച് കട്ട് ഡൗൺ ചെയ്ത്
അങ്ങനെ കൊടുത്തു. സോ അതുകൊണ്ട് ഇല്ലെങ്കിൽ അതും നമ്മൾ ട്രെയിലർ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് വൺ ട്രെയിലർ കിടിലൻ ട്രെയിലർ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പടം വരുമ്പോൾ ഇതേ ട്രെയിലറിൽ കാണിച്ചൊന്നും ഇതിലില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു അക്യൂസേഷനായിട്ട് മാറും. സോ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് തോന്നാറുള്ളത്. ജിത്തിന് അപ്പോൾ കാരണം കോമഡി ത്രില്ലർ എന്ന പരിപാടിയാണല്ലോ, അപ്പോൾ പലരും പറഞ്ഞു കണ്ട് ബേസിൽ മസ്രി കണ്ട് കോമഡി പടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിട്ടൊരു സിനിമ. അത് ഇറ്റ്സ് എ ഡബിൾ എച്ച് വാർഡ്. ചിലപ്പോൾ അത് നല്ലതും ആവാം, ചിലപ്പോൾ അത് ഇതൊരു കോമഡി പടം എവിടെയും പറഞ്ഞിട്ടില്ല. അല്ല, ആളുകളുടെ പ്രതീക്ഷയാണ്. ബേസിൽ മസ്രിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് എവിടെയാണെങ്കിലും ബുക്ക് മൈ ഷോ ആണെങ്കിലും അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് അവരുടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആണെങ്കിലും അവർ ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് ഗുണം ചെയ്തു ഞാൻ ഇന്റർവ്യൂവിൽ പോയിരുന്നിട്ട് അവര് നഴ്സറി ബേസിലായിട്ട് അതെ, എങ്ങനെയാണോ അങ്ങനെയാണ് അത് ചെയ്തത്. ആൾക്കാർ വെറുതെ മിസ്ലീഡ് ചെയ്യാണ്, ഇങ്ങനെ ആയിരിക്കും. എല്ലാരും റോംകോം, കോമഡി റോംകോം എൻ്റെ അടുത്ത് പലരും പറഞ്ഞു. അത് പ്രതീക്ഷിച്ച് പോയിട്ട് ഗംഭീരമായിട്ടാ, ഇതിങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ പൃഥ്വി ലൂസിഫർ സെല്ല് ചെയ്തത് ചെറിയ സിനിമയാണ് എന്ന് പറഞ്ഞാണ്. അതും ഒരു നല്ല അതായത് കഞ്ഞി പ്രതീക്ഷിച്ച് ബിരിയാണി കിട്ടുക എന്ന് പറയുന്ന പോലെ മാർക്കറ്റിംഗ് ഒരു വലിയൊരു ഫാക്ടറാണ്. നിങ്ങളൊക്കെ ഓക്കെയാണ് ഈ പ്രൊമോഷൻസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്? കാരണം ഇപ്പോൾ പലരും പറയുന്നത് ഭയങ്കര ടയറിങ് ആണ്, എക്സോസ്റ്റീവ് പ്രൊസീജിയറാണ് നമ്മൾ പോയിരുന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. സോ നിങ്ങളൊക്കെ എങ്ങനെയാണ്? ജിതിൻ അറ്റൻഡ് ചെയ്തിരുന്ന പ്രൊമോഷൻസ് ഒക്കെ? ആക്ച്വലി ഈ സിനിമയെക്കുറിച്ച് പ്രീ റിലീസ് ഒന്നും പറയാൻ പറ്റില്ല. ഒന്നത് കണ്ടന്റ് എന്ത് പറഞ്ഞാലും സ്പോയിലറാണ്. അപ്പോൾ അതുകൊണ്ട് അതല്ല മാർക്കറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമ്മൾ നേരത്തെ വയലൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ, ഇപ്പോൾ ബാഹുൽ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ ബാഹുൽ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുന്ന ബാഹുലാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വോയറിസ്റ്റിക് ആവാതിരിക്കാനൊക്കെ ബാഹുൽ ശ്രദ്ധിക്കാറുണ്ടോ? ഇത് ഓൾവേസ് ഡയറക്ടേഴ്സ് കോളാണോ അതോ ബാഹുൽ അങ്ങനെ കോൾ എടുക്കാറുണ്ടോ? അല്ല, അപ്പം വേറെ ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ വേറെ ആളുടെ കണ്ടന്റിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയാണ് വിഷൻ പ്രൈമറിലി. സോ അവരായിട്ട് സംസാരിച്ചിട്ട് അവരുടെ വിഷൻ പോലെ നമുക്ക് എന്തെങ്കിലും സജഷൻസോ തോട്ട്സോ പറയുകയാണെങ്കിൽ പറയാം. ചിലത് അവർ സ്വീകരിക്കും, അല്ലെങ്കിൽ ചിലത് പറയാം അല്ല നമ്മത് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ പോകുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞൊരു എന്താണ് നോട്ട് എഗെയിൻസ്റ്റ് സംതിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന യാതൊരു പ്രീ കൺസെപ്ഷൻ പരിപാടികളില്ല. ഓരോ പ്രൊജക്റ്റും ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് അത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നാറുള്ളത്. എനിക്കിപ്പോൾ ഈ സന്ദീപ് റെഡ്ഡി വാങ്ക പടങ്ങളൊക്കെ എനിക്ക് വർക്കാണ്. ആനിമൽ ആയാലും അർജുൻ റെഡ്ഡി ആയാലും. അപ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെയും പൊളിറ്റിക്സ്. അങ്ങനെയല്ല. ഇപ്പോൾ എ.ആർ. റഹ്മാൻ പറയാറില്ലേ, വാച്ച് ഇറ്റ് ഫോർ അല്ലെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ് ഫോർ വാട്ട് ഇറ്റ് ഈസ്. അതെന്താണ് അതിന് ആ ലെവലിൽ ഇരുന്നുകൊണ്ട് അത് കാണുക, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പൈസയും സമയം നഷ്ടം. അപ്പം അതുകൊണ്ട് എനിക്ക് ആ രണ്ട് പടങ്ങളും എനിക്ക് വാക്കാണ്. അപ്പോൾ ഈ പറഞ്ഞവരാണ് വയലൻസ് ഡിമാൻഡ് ചെയ്യുന്ന പടങ്ങളിൽ അതാവാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി വേണമെന്ന് തോന്നാറില്ല. നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽ റെസ്പോൺസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ആണ്. ഇപ്പോൾ പഴയതുപോലെ വെയിറ്റ് ചെയ്തിരുന്നിട്ടൊന്നുമില്ല റെസ്പോൺസ്. ആളുകൾ ഇറങ്ങുമ്പോൾ തന്നെ പടം നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നു, അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. ഇറ്റ് ക്യാൻ ഈസിലി മേക്ക് ഓർ കിൽ എ ഫിലിം എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ റെസ്പോൺസ് പടം കഴിയുമ്പോൾ തന്നെ വരുന്നുണ്ട്. സോ ഹൗ ഡു യു ടേക്ക് ഫീഡ്ബാക്ക്? ലൈക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണെങ്കിലും അത് പറയുന്നതിനൊരു രീതിയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. കുറച്ചും കൂടെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ ലാഗാണ്, അതായത് ആ ആക്ടർ കൊള്ളില്ല, ഈ ആക്ടർ കൊള്ളില്ല, വളരെ മോശമായ രീതിയിൽ പറയുന്ന ഒരു പ്രവണത ഇപ്പം ഭാഷയിലൊരു കൺട്രോൾ വരിക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് മുതൽ റിവ്യൂ എഴുതുന്നുണ്ട്, നിങ്ങളുടെ ഭാഷ എങ്ങനെയാണോ ഭാഷയിലുള്ള പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വിഷയങ്ങളൊന്നുമില്ല അല്ലേ? അല്ല, ബേസിക്കലി ആൾക്കാർ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഓരോ ടൈമിലും അത് മാറിക്കൊണ്ടിരിക്കും. അവർ പല പേഴ്സ്പെക്റ്റീവിലും ക്രിട്ടിക്കലി അതിനെ മാറ്റിക്കൊണ്ടിരിക്കും. കുറേയൊക്കെ നമ്മളത് എടുക്കാൻ വേണം, അതനുസരിച്ചിട്ട് ഡെലിവറി ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു സൈക്കിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തുള്ളൂ. നമ്മുടെ വളർച്ചയും ഫീഡ്ബാക്കിൽ അടുത്തതിലേക്കുള്ള നമ്മൾ അല്ലെ മാറ്റങ്ങൾ നമുക്കും. ഭാഷ ഭയങ്കര ഹാർഷാവുമ്പോൾ നമുക്കത് വല്ലാതെ കൊള്ളും. അടുത്തതിലേക്ക് നീങ്ങുക എന്നുള്ളത് പല ആൾക്കാർ പല രീതിയിൽ പറയും. ചിലർ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്ര ജെന്യൂനോടുകൂടെയാണ് ഫീഡ്ബാക്ക് വരുന്നത്. അപ്പൊ അത് എടുക്കുക, മറ്റേ തലകളെ. ക്രിസ്റ്റോ അങ്ങനെ തന്നെയാണോ? ആ ഒരു അപ്രോച്ച് തന്നെയാണോ? അതെ. ഐ മീൻ ഇപ്പം ഈ ഫീഡ്ബാക്സ് ഈ പറഞ്ഞ പോലെ നമ്മളെ വളരാനും സഹായിക്കും. അതേസമയം നമ്മൾ 8 വർഷം അല്ലെങ്കിൽ ഇത്രയും സമയം എടുത്തൊരു സംഭവത്തെ പറ്റി പറയുമ്പം റെസ്പെക്റ്റോട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് മോശമാണെന്നും പറയാം, നല്ലതാണെന്നും പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. സോഷ്യൽ മീഡിയ ഓഫ് കോഴ്സ് നമ്മളൊരു സിനിമ നന്നായി വരുമ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയയുടെ തന്നെയാണ് ആൾക്കാർ അറിഞ്ഞിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത്.
അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ മോശം പറയുമ്പം സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയെ പറ്റി അല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റി സംസാരിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോഴും നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന റെസ്പെക്ട് കൊടുത്തിട്ട് അത് മോശമാണെന്ന് പറയാമല്ലോ. ഇഷ്ടമല്ലാന്ന് പറയാം, ഇഷ്ടമല്ലാന്ന് പറയാം. ഇഷ്ടമല്ലാന്ന് പറയാം, ഇത് ചെയ്യാം. പക്ഷെ അതിനൊരു ഭാഷയുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ 2-3 ഡെബ്യൂട്ടൻസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ന്യൂ ഐഡൻറ്റിറ്റിയാണ് ഈ സിനിമകളുടെ വിജയത്തിലൂടെ അല്ലെങ്കിൽ ഇതിൽ കിട്ടിയേക്കുന്ന സക്സസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഡു യു ഗൈസ് സീ ദാറ്റ് ആസ് എന്താ പറയുക എക്സ്പെക്ടേഷൻസിൻ്റെ ഒരു ബേർഡനായിട്ട് തോന്നുന്നുണ്ടോ? ഗോയിങ് ഫോർവേഡ് പ്രഷർ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ ബാഹുലിനടക്കം എല്ലാവർക്കും? ഞാനങ്ങനെ കേരള ചിന്തിക്കാതിരിക്കാൻ try ക്രൈംസ് ചെയ്യുന്നുണ്ട്. 2-ന് ഹൈപ്പ് വന്നേക്കുന്നത് ബാഹുൽ റൈറ്ററാണ് എന്നുള്ളത് ഒരു ഹൈപ്പ് ഫാക്ടറാണ് ഇപ്പോൾ. അപ്പോൾ അല്ല, അങ്ങനെ കോൺഷ്യസ്ലി അങ്ങനെ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നത് ഒരു അടിച്ചേൽപ്പിക്കാതിരിക്കാൻ കോൺഷ്യസ്ലി ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം അത് അതെ, റൈറ്റർ DOP റൈറ്റർ ഒരു യുണീക് കോംബോയാണ്. അപ്പോൾ അതിൽ നമ്മൾ തന്നെ പ്രഷറാവും. ഇത് നന്നാവണം കേട്ടോ, നന്നാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ പ്രഷറൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. ഒരു വർക്ക് ചെയ്ത് അതിൻ്റെ റവന്യൂ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല, വർക്ക് ചെയ്യണ സമയത്ത്, ഇപ്പോൾ എഴുതുന്ന സമയത്ത് വേറെ ആരുമില്ല, നമ്മൾ മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു സർട്ടൻ നമ്പർ ഓഫ് ഡേയ്സോ സർട്ടൻ നമ്പർ ഓഫ് മന്ത്സോ ഉണ്ടോ, ആ സമയം നമുക്ക് തന്നെ ഒരു ബേർഡനായിട്ട് ബ്ലഡ് പ്രഷർ കൂടുന്ന രീതിയിൽ ടെൻഷൻ അടിച്ച് പാരിക്കാവുന്ന രീതിയിലേക്ക് ഭ്രാന്തായി പോകരുത്. അപ്പോൾ ആ സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. സമയം ചെയ്യാൻ പറ്റണം. നമ്മൾ ബാക്കി നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് ചെയ്യുക, ബാക്കി വിധി പോലെ വരട്ടെ. ഇത് ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത എന്തായാലും ചെയ്യുമല്ലോ. ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കിഷ്കിന്ധാണ്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അതിൽ എൻജോയ് ചെയ്തിരുന്ന സമയം വെച്ചാൽ അതിൻ്റെ റൈറ്റിംഗ് സമയം തന്നെയായിരുന്നു. കാരണം ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് ഇത് സിനിമയാക്കാൻ പറ്റും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിനിമയാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സസൈസ് പോലെ ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സമയത്താണല്ലോ അതിന് വേണ്ടി എഴുതുന്നത്. സോ ആരുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല, ആരുമായിട്ടും ത്രെഡ് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല, വെറുതെ എഴുതി നോക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആരിലേക്കെങ്കിലും പോകാം. സോ അബ്സല്യൂട്ട്ലി നമ്മൾ വീട്ടിലിരുന്നിട്ട് ഒരു കളിക്കുടുക്കിക്ക് വേണ്ടി ഒരു കഥ എഴുതുന്ന പോലെയാണ് നമ്മളത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രഷറില്ലായിരുന്നു. ഇപ്പോൾ കേരള ക്രൈം ഫയൽസിൻ്റെ സമയത്ത് അത് എഴുതുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ്, കാരണം അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസിയാണ്. സോ അതിൻ്റെ ചില പാരാമീറ്റേഴ്സിലേക്ക് ഹോട്ട്സ്റ്റാർ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സിലേക്ക് മീറ്റ് ചെയ്യിക്കാനുണ്ട്. അതിന് ഈ പറഞ്ഞൊരു സർട്ടൻ ഡെഡ് ലൈനിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കേണ്ടതുണ്ടായിരുന്നു, പിച്ചിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ആ സമയത്ത് അങ്ങനെ ഒരു പാരാമീറ്റർ ബൗണ്ടറി ഉണ്ടായപ്പോൾ അത് മാത്രം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അഹമ്മദ്ക്കൊക്കെ ടേക്ക്, നീ എന്ത് വേണമെങ്കിലും എടുത്തോ, നിൻ്റെ ഫ്രീഡം പോലെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു. സോ ആ ഒരു ക്രിയേറ്റീവ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ അതായാലും അതുകൊണ്ട് ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി അടിച്ചേൽപ്പിക്കുന്നില്ല, നമ്മളതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അടുത്തതിൽ ശ്രമിക്കുക. ജിത്തിന് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, കുറെ പേര് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് തന്നെ കുറച്ച് വലിയ ക്യാൻവാസ് 100 കോടി അങ്ങനെ. ഞാൻ ബേസിക്കലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പ്രഷറോ സ്ട്രെസ്സോ എടുക്കാറില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യഥാർത്ഥ ഒരു ഔട്ട്പുട്ട് അതിൽ വരത്തില്ല, ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്നതും അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ജോണർ, വലിയ ക്യാൻവാസ്. അപ്പോൾ എനിക്ക് ഇതെല്ലാം നേരത്തെ 8 വർഷം വരെ പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ എന്താണ്, മൂന്നാമത്തെ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ മാപ്ഡാണ്. അപ്പോൾ ആദ്യത്തത് ഈ ഒരു 25-നകത്ത് എങ്ങനെ ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ 25 ക്രോസിനകത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അത് പുറത്തുള്ളവർ കാണുമ്പോഴെങ്കിലും അതിന് കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കണം. നേരത്തെ പറഞ്ഞൊരു 3000 ഷോട്ട് VFX ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള പല സാധനങ്ങളും സിനിമയിലെ എല്ലാ ഷോട്ടും VFX ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ടെറൈൻ ചേഞ്ച് ഉള്ളതുകൊണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കൽക്കി പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഫാൻറ്റസി ഫിലിംസിലെല്ലാം VFX ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത്രയാണ്. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു 2-2.5 കോടി രൂപയുടെ. ആ 2 കോടി രൂപയ്ക്കകത്ത് 3000 ഷോട്ട് VFX എന്നുള്ളതായിരുന്നു എൻ്റെ ചലഞ്ച്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് രണ്ടാമത്തെ സിനിമയ്ക്ക് എനിക്ക് അതിലും കുറച്ചുകൂടെ ബഡ്ജറ്റ് വേണം. അപ്പോൾ ഈ 25 കോടി രൂപയ്ക്ക് ചെയ്ത് പ്രൊഡ്യൂസറിന് ഇത്രയും ഒരു എമൗണ്ട് വയബിൾ ആവുന്ന കണ്ടീഷനിലോട്ട് എത്തിയാൽ മാത്രമേ എനിക്ക് അടുത്ത സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് കിട്ടത്തുള്ളൂ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട്
അങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ അടുത്തത് ഒരു ഇത്ര ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ശതമാനമെങ്കിലും പ്രൊഡ്യൂസറിന് കിട്ടണം, എന്നാൽ മാത്രമേ മൂന്നാമത്തെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇപ്പോൾ ആദ്യത്തെ പടം 100 കോടി അടിച്ചുകൊണ്ട് ഈ സ്ട്രഗിൾ നിൽക്കുന്നില്ല. നമ്മളപ്പോഴും അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴുള്ള ഇത് പ്രഷറിനെയും കാട്ടി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ARMൻ്റെ സാധനം കഴിഞ്ഞു, ഇപ്പം തല ഫുൾ അതിലാണ്. അപ്പം അതെങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രഷേർഡ് അല്ല. നേരത്തെ പറഞ്ഞ പോലെ സുഹിത്തേട്ടൻ്റെ റൈറ്റിങ്ങിൽ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഈ സുഹിത്തേട്ടൻ ഭയങ്കര ഈ ഒരു കാസർഗോഡുള്ളൊരു വില്ലേജിൽ ഒന്ന് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഗവൺമെൻറ് ഇതാണ്. അപ്പോൾ അടുത്ത ഞങ്ങൾ ചെയ്യുന്ന ഒരു നാടൻ ഏലിയൻ പടമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഈ ഇംഗ്ലീഷ് സിനിമ ഇതൊക്കെ കാണുന്നുണ്ട്, ഇതൊന്നും കാണാത്ത സുഹിത്തേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ കോംബോ അതിലായിരുന്നു, അതിൻ്റെ കോൺഫിഡൻസ് ആണ്. അപ്പോൾ സുഹിത്തേട്ടൻ ഭയങ്കര റൂട്ടഡ് ആയിട്ട് ചിന്തിക്കുന്നു, ഞാൻ കുറച്ചുകൂടെ വിഷ്വൽ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ അവർക്ക് ഡൈജസ്റ്റ് ആവുന്ന ഔട്ട് ഓഫ് ബോക്സ് സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രഷറിനെയും കാട്ടി അത് ക്രാക്ക് ചെയ്യുന്ന എക്സൈറ്റ്മെന്റ് ആണ് കൂടുതൽ. അപ്പോൾ ജിതിനെ സംബന്ധിച്ചുള്ള സെക്കൻഡ് ഫിലിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സിനിമ എക്സ്പെക്ട് ചെയ്ത് അത്രയും പോയില്ല എന്ന നിലയിൽ സെക്കൻഡ് സിനിമ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആണ്. ഇപ്പോൾ സെക്കൻഡ് സിനിമ യു പാസ് ദറ്റ് ടെസ്റ്റ്. അപ്പോൾ തേർഡ് സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ആക്ച്വലി ഞാൻ ആദ്യത്തെ സിനിമ ഞാൻ ആ പ്രായത്തിൽ എൻജോയ് ചെയ്ത സിനിമയാണ്. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ ചെയ്ത സിനിമയാണ്. രണ്ടാമത്തത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത സിനിമയാണ്. ഇനി ഞാൻ ചെയ്യുമ്പോഴും എനിക്കാദ്യം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. എന്നെ ചതിക്കാൻ ഞാൻ തയ്യാറില്ല ഒരിക്കലും. ഓഡിയൻസ് ഒക്കെ ഇഷ്ടപ്പെടണം, എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഓഡിയൻസിൽ. അപ്പം ഞാൻ എന്നെ ചതിച്ചിട്ട് ഓഡിയൻസിന് വേണ്ടി ഞാൻ സിനിമ ചെയ്താലും ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കേ, ആർക്കും വർക്കായില്ല അത്. അപ്പം ഞാനപ്പോൾ എന്തായാലും എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ തന്നെ ആയിരിക്കും. ഈ 2 സിനിമകളും അങ്ങനെ തന്നെയായിരുന്നു. ഇനിയും ഫസ്റ്റ് എനിക്ക് സാറ്റിസ്ഫൈ ആവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ക്രിസ്റ്റോയ്ക്കും അങ്ങനെ ഒരു ക്രിസ്റ്റോ ഇപ്പോൾ ഓൾറെഡി നെക്സ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നല്ലേ? അതിൻ്റെ റൈറ്റിംഗ് നടക്കുന്നു, ഒരു ഹിന്ദിയിലുള്ളൊരു സീരീസിൻ്റെ റൈറ്റിംഗ് നടക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ 2 സിനിമകളും കരയൻ സൈനായിട്ടും ഉള്ളൊഴുക്കും റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു അനിശ്ചിതാവസ്ഥയാണ്, എന്താകും എന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് ഇപ്പം ഈ 2 സിനിമ ഇപ്പോഴത്തെ ഒരു പ്രഷർ എന്ന് പറയുന്നത്. അപ്പം അത് നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സബ്ജക്ട്സ് ചെയ്യുക, നമ്മളോട് തന്നെ ഒരു നീതി പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം സബ്ജക്ട്സ് അല്ലെങ്കിൽ കഥകൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ നോക്കുന്നത്. പിന്നെ ആസ് എ ഫിലിം മേക്കറും അല്ലെങ്കിൽ ആസ് എ സ്റ്റോറി ടെല്ലറും എൻ്റെ ഒരു ജേർണി എനിക്ക് തന്നെ നോക്കുമ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് വേറൊരു തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട്, ഞാൻ ബാബുവിനോട് പറയായിരുന്നു, ഇഷ്ടപ്പെട്ട് വന്നിട്ട് ഞാനും എൻ്റെയും സിനിമയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പോലും മാറുവാണ്. ഇപ്പം ഉള്ളൊടുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കൊമേഴ്ഷ്യൽ എന്നുള്ളൊരു വേർഡ് പോലും എനിക്ക് വിശ്വാസമുള്ളൊരു സിനിമ ചെയ്യുകയെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് കൊമേഴ്ഷ്യലായിരിക്കും, അത് ആൾക്കാരും കാണാൻ വരും എന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സിനിമ ചെയ്യാൻ എടുത്തൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് മനസ്സിലായത് ഒരു പ്രോജക്റ്റിനെ കൊമേഴ്ഷ്യൽ ആക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് കണ്ണടച്ചിട്ട് കാര്യമില്ല, ആ ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കി, അപ്പം ആസ് എ ഫിലിം മേക്കറും ഞാൻ 5 വർഷം മുമ്പ് അല്ലെ 10 വർഷം മുമ്പ് ഇഷ്ടപ്പെട്ട സിനിമകളല്ല ഞാനിപ്പം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ആ ജേർണിയിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പം ബേസിക്കലി നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള സംതിങ് ദറ്റ് യു വോണ്ട് ടു സീ, ഈ ഒരു സംഭവം ബെറ്റർ ആയാൽ കൊള്ളാം ഇൻഡസ്ട്രിയിൽ, അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ സിദ്ധാർത്ഥൻ ഹാസ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ സോ ലോങ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടി ബെറ്റർ ആവാനുണ്ട് ഇൻഡസ്ട്രിയിലെ ഒരു ഇതെന്ന് വെച്ചിട്ട്. ഇപ്പോൾ ജിതിനോട് അന്ന് സംസാരിച്ചിട്ടുണ്ടപ്പോൾ ഇവിടെ ഭയങ്കര നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇവിടെ അത്ര സ്ട്രീം ലൈൻഡ് ആയിട്ടൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്, വളരെ സ്ട്രക്ചറൽ അല്ല എന്നൊരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംതിങ് ദറ്റ് യു വോണ്ട് ടു സീ ചേഞ്ച് ഇവിടെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമുക്കൊരു ബേസിക് സപ്പോർട്ട് കിട്ടണം എന്നുണ്ട്. അതായത് ഓഡിയൻസിൻ്റെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യും. എന്ത് ഡിഫറെൻറ്റ് ഫിലിം ആണെങ്കിലും എൻഗേജിങ് ആയിട്ടും പുതിയതായിട്ടും പറഞ്ഞ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യും. അത് ഈ കൊല്ലം തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ ഉദ്ദേശിച്ച അല്ലാതെ വേറെ കുറേ സിനിമകൾ, ചെറിയ ചെറിയ സിനിമകൾ വന്നിങ്ങനെ
ടിപ്പ് 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 എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റോ അതിന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോ ഒക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ കാശ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ബട്ട് അവർക്കൊരു സേഫ്റ്റി നെറ്റ് ഇല്ല. ഇഫ് ദേ ഫോൾ ദേ ജസ്റ്റ് ഫോൾ. ദർ ഇസ് നോ സേഫ്റ്റി നെറ്റ്. അത് എൻ്റെ കയ്യിലോ ഒരു ബിഗ്ഗർ തോട്ടാണ് ഇവിടുത്തെ എന്താണ് മറ്റേ സൗത്ത് ഇന്ത്യൻ ചേംബറും ഫിലിം പ്രൊഡ്യൂസേഴ്സും എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ, ഈ ഒരു മേഖലേനെ ഒരു ബേസിക് ബിറ്റ് ഓഫ് സേഫ്റ്റിയിലേക്ക് എത്തിക്കുക എന്ന് പറയണം. അത് അവർ തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് കണ്ടെത്തണം. ആസ് എ ടെക്നീഷ്യൻ, ആസ് എൻ ആക്ടർ ഹു ഇസ് വർക്കിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി, ഐ വുഡ് ലൈക്ക് സം കൈൻഡ് ഓഫ് എ സേഫ്റ്റി തിങ്. അല്ല, ഒരു ബേസ് സാധനം കിട്ടിയാൽ നല്ലതായിരുന്നു. സോ ദാറ്റ് ദർ വിൽ ബി മോർ പീപ്പിൾ കമ്മിങ് ഇൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് കാര്യത്തിലാണ്. ഇപ്പോൾ ഒരു ഭയങ്കര അൺസർട്ടനിറ്റി ഒരു ക്രൈസിസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബിസിനസ് സൈഡാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം 2024 ഇത്രയും ഹിറ്റും ഇത്രയും റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടും നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലുള്ള പടങ്ങൾ മാത്രം നേരത്തെ പറഞ്ഞ ഒരു ഫിഗറിലോട്ടോ ബിസിനസ്സിലോട്ടോ OTT ആണെങ്കിലും സാറ്റലൈറ്റ് സെയിലാണെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഇപ്പം നടക്കുന്നില്ല, അല്ലെങ്കിൽ ആരും എടുക്കുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് മാത്രം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി ഇൻഡസ്ട്രിയിൽ വലിയ ഫിഗേഴ്സ് കൊടുത്തിട്ട് സിനിമ എടുക്കുമ്പോഴത്തേക്കും നമ്മളും സിനിമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റ് സൈസ് ഒക്കെ മാർക്കറ്റ് സൈസ് എന്നുള്ളൊരു സാധനം. അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും മറ്റ് ഇൻഡസ്ട്രീനെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആരും ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ സിനിമ വളരുന്നതിനനുസരിച്ചേക്ക് ബിസിനസ്സിന് പുഷ് ചെയ്യുന്ന രീതിയിലോട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും എല്ലാവരും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക, അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടി, അല്ലെങ്കിൽ ഒരു വയബിൾ കണ്ടീഷൻ. അല്ലാതെ ആരും കാശ് വരൽ അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഒരു ബേസിക് സേഫ്റ്റി ഉണ്ടല്ലോ. സ്മോൾ ഫിലിംസ് ആൻഡ് ഓൾ കമ്മിങ് അപ്പ്, ഈ ഹിറ്റ്സ് അല്ലാത്ത വേറെ അപ്പോൾ അതിനൊക്കെ ഒരാൾ നിന്ന് അയാൾ കഷ്ടപ്പെട്ട് വേറെ ഏതോ മേഖലയിൽ ഒന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ് കൊണ്ടൊന്ന് ഇറക്കിക്കൊണ്ട് ഇൻഡസ്ട്രിയിൽ ബിലീവ് ചെയ്തിട്ട്. ബട്ട് ഇറ്റ് മൈറ്റ് ഹാവ് ഗോൺ റോങ് ആൻഡ് ഇറ്റ്സ് ഓൾ ഗോൺ. ദിസ് ഗൈ ഈസ് നെവർ ഗോയിങ് ടു കം ബാക്ക് ടു ദ ഇൻഡസ്ട്രി. ഹി വിൽ ഇത്രയും ഹാർഡ് വർക്ക് പുള്ളിയുടെ പഴയ ഇൻഡസ്ട്രി തന്നെ നിന്നാൽ ഇത്രയും കടമെങ്കിലും കയറാതിരിക്കും പുള്ളി. അപ്പോൾ ആ രീതിയിൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസ് മിനിമം സാധനം എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ് ഫോർ ദ ഇൻഡസ്ട്രി. എനിക്ക് തോന്നുന്നു, ഞാനിപ്പം ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കോൺട്രാക്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പം നമ്മളൊക്കെ ഒരു ഡേറ്റുമായിട്ട് കമ്മിറ്റഡ് ആണ്. അപ്പം ആ ഡേറ്റിൽ ആ സിനിമ നടക്കും. അങ്ങനെയുള്ള പ്രൊഫഷണൽ വേ കുറച്ച് കുറവായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ സോഫ്റ്റ്വെയറിലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ടീമും ഒക്കെ മറ്റേ ഫുൾ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇന്ന സമയത്ത് ഇന്നത് തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്നും ഇവിടെ കാര്യങ്ങൾ നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും വിചാരിക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ ഷൂട്ട് ചെയ്ത് 118 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്നിട്ടുണ്ട്. വെറുതെ ഇതിൻ്റെ ഒരു പ്രഷർ മറ്റേ ഇത് കുറയാനല്ല, ഈ 120 days ഷൂട്ട് ചെയ്തതിൻ്റെ അതല്ല, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ലാഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടിങ് ഇത് വരുന്ന ഡിലേ. നമ്മൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടും വെറുതെ ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെ നമുക്ക് പ്രത്യക്ഷത്തിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണെന്നൊക്കെ പറയാം, പക്ഷേ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ആ സമയത്താണ് ജിതിന് ഇങ്ങനെ മറ്റേ ക്രിസ്മസിന് ഒരു പോസ്റ്റർ അല്ലല്ല, അത് അതിന് മുന്നേ, ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം. അല്ല, ലൈക്ക് നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും എഡിറ്റ് കഴിഞ്ഞതിന് ശേഷവും വി കുഡ് ഹാവ് സ്റ്റാർട്ടഡ് VFXൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ ബാക്കി കുറേ പരിപാടികൾ ചെയ്യാമായിരുന്നു. പക്ഷെ അതിന് ഒരു ഗ്യാപ്പ് വന്നു. അത് ഈ മൾട്ടിപ്പിൾ പ്രൊഡക്ഷനൊക്കെ വരുമ്പോൾ ഉള്ള ഇഷ്യൂസാണ്. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ പ്രൊഡക്ഷൻ ഹൗസിന് മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻസ് വരുമ്പോഴത്തേക്കുള്ള
ഇപ്പോൾ നമ്മളെ നീഡ് ഫോർ എ പ്രോപ്പർ സ്ട്രക്ചർ, കോൺട്രാക്ട്സ് ഒക്കെ പറയുന്നത്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇത് പറഞ്ഞ വൺ ഓഫ് ദ ടോക്കിംഗ് പോയിന്റ്സ് ആയിരുന്നു ഇത്. അതുപോലെ തന്നെ വിമൻ റെപ്രസെൻറ്റേഷൻ ഓൺ സെറ്റ്സ്, നിങ്ങളത് നിങ്ങളുടെ സെറ്റ്സിലൊക്കെ എൻഷുർ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഡു യു സീ മോർ വിമൻ കമ്മിങ് ഫോർവേഡ് ടു വർക്ക് ഓൺ ദ ടെക് സൈഡ്? കാസ്റ്റിംഗ് ആക്ടേഴ്സിൽ ഒരുപാട് പേര് ഇപ്പോഴും അങ്ങനെ, നിങ്ങൾ ഇപ്പോൾ സിദ്ധാർത്ഥ is also a filmmaker, so do you try to ensure that? ഡെഫിനറ്റ്ലി. അതായത് സേഫ്റ്റി ഫോർ വിമൻ അറ്റ് വർക്കിംഗ് എൻവയോൺമെന്റ് സിനിമ മാത്രമല്ല, ഫ്രം റൂട്ട് എല്ലാ മേഖലയിലും വി ആർ റൂട്ടിങ് ഫോർ ദാറ്റ്. സോ ഒരു തൊഴിലിന് അല്ലേ, ഒരു തൊഴിൽ ഒരു ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ അതിനകത്ത് ജെൻഡർ ഡിഫറൻസിയേഷൻ കാണേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണോ അയാളെ എത്തിക്കുക എന്നുള്ളതാണ്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തുന്ന പ്രവണത ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മാറണം. അവിടെ നമ്മൾ അതിന്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. ആൻഡ് സേഫ്റ്റി ഫോർ വുമൻ മാത്രമല്ല കേട്ടോ, പറഞ്ഞ പോലെ മെന്നും ഉണ്ട്. ഫോർ എവറിബഡി ഇൻ ദാറ്റ് കേസ്, ഇൻ എവറി ഡൊമൈൻ, നോട്ട് ഓൺലി ഫിലിം ഇൻഡസ്ട്രി. അത് ഏത് സെക്ടർ ആണെങ്കിലും. എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചും എക്സ്പ്ലോയിറ്റേഷൻ്റെ എതിരെയാണല്ലോ ഈ പറഞ്ഞ എല്ലാവരും സിനിമ ചെയ്യാൻ നോക്കുന്നത്. സോ അത് നമ്മുടെ മുമ്പിൽ നമ്മളത് അവയർനെസ് ഓൾസോ ഐ ഫെൽ. അവയർനെസ്സും അത് നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന അവയർനെസ്സിൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത്. അവിടെ നിന്ന് അത് ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. സോ ഇപ്പോൾ 2024 നിങ്ങൾ കണ്ടതിൽ നിങ്ങളുടെ എന്താ പറയുക ഫേവറേറ്റ് ഫിലിംസ്, മലയാളമായിരിക്കാം പുറത്തായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നെയിം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? അവിടുന്ന് തുടങ്ങാമോ? എനിക്ക് കുറച്ച് ആലോചിക്കാൻ കുറച്ച് സമയം. അല്ല, എനിക്ക് ബേസിക്കലി എനിക്ക് ഒരു കാര്യം കൂടെ, ഇപ്പം നമ്മൾ എല്ലാവരും പാട്ടായിട്ടുള്ള ഈ സിനിമകളുടെ എല്ലാം ഒരു ഭയങ്കര ഒരു കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയതിന് ശേഷവും ആൾക്കാർ ഈ സിനിമകളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ക്യാരിങ് ഇട്ടു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ സിനിമയുടെ മാജിക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും അത്തരം സിനിമകളാണ് കൂടുതൽ ആളുകൾക്ക് വർക്ക് ആവുന്നതും. ക്യാരി ഫോർവേഡ് ഫിലിം നിങ്ങളത് ഇങ്ങനെ മൈൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പല പെർസ്പെക്റ്റീവ് സംസാരിക്കുക, പല കാര്യങ്ങൾ സംസാരിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ളൊഴുക്കിന്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷം ഞങ്ങളൊരു കാറിൽ ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്യാം. അപ്പോൾ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഞങ്ങൾ അതിനെക്കുറിച്ച് ഫുൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സെറ്റില് ബേസിലൊക്കെ വന്നിട്ട് ഉള്ളൊഴുക്കിനെ കുറിച്ച് ഞാൻ കാണാൻ പറ്റുന്നില്ല ഷൂട്ടായതുകൊണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഷൂട്ടിന്റെ ബ്രേക്ക് വരുമ്പോൾ ഉള്ളൊഴുക്കിനെ കുറിച്ച്, അന്ന് റിലീസാവുന്ന പടങ്ങളെ കുറിച്ചാണ്. പിന്നെ ഭയങ്കര ഇമോഷണലി ഹെവിയാണ്. പെട്ടെന്ന് അതൊന്നും കട്ടായി വരാൻ പറ്റില്ല. കിഷ്കിന്ദാണ്ടാണ് പിന്നെ ഇരുന്ന് ആലോചിച്ച് സെറിബ്രൽ ഫിലിമാണ് ശരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോമൺ ഓഡിയൻസിന് സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സിനിമ കണ്ടിട്ട് പോയി ആൾക്കാർ ഫേസ്ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട്, അല്ല സിനിമ ഇൻഡസ്ട്രിയായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ല, നമ്മളുമായിട്ട് പോലും പേഴ്സണലി ബന്ധമില്ലാത്ത ആൾക്കാർ പോലും ഒരു 1.5 പേജൊക്കെ എഴുതിയിട്ടാണ് കിടന്നുറങ്ങണത്. അത് കാണുമ്പോ ഈ ക്രിയേറ്റേഴ്സിന് ഒരു പ്രത്യേക സുഖമാണ്. അത് ഞാൻ ഒരിക്കലും ഒരു ഡ്രൈവിംഗ് ആണ് ഈ സമയത്തിന്റെ കാര്യം വെച്ചാൽ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ഒരു 3 hours ബിഫോർ ആണ് പുള്ളി എഴുതിയത്. 3 hours ബിഫോർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കാണ് പുള്ളി അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഓവർനൈറ്റ് ഷോ പോലെ 2:30 ഷോ കണ്ട ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് 2:30 അല്ല 1:58 അത് കണ്ടിട്ട് പുള്ളി വീട്ടിലെത്തിയിട്ട് എന്നാൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് എഴുതിയിടാന്ന് പുള്ളി വിചാരിക്കണില്ലല്ലോ. അത് എഴുതിയിട്ട് തന്നെ കിടക്കാം. അപ്പം അതൊരു ഭയങ്കര ജെനുവിൻ കോംപ്ലിമെന്റ് അല്ലേ. എനിക്ക് കിട്ടിയിട്ടുള്ള വേറൊരു നമ്മുടെ ഇപ്പം ഒരു സിനിമ തന്നെ ആൾക്കാർ കാണാൻ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന മെസ്സേജ് 5 തവണ കണ്ടു, 6 തവണ കണ്ടു. അപ്പോൾ ഈശ്വര 6 തവണയൊക്കെ കണ്ട സിനിമ. അപ്പോൾ അതൊരു ഭയങ്കര ആ റിപ്പീറ്റ് വാല്യൂ എങ്ങനെ കിട്ടി എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയൊരു വിചാരിക്കാത്തൊരു. ഇതിലെന്താണ് ഇത്രമാത്രം കാണാൻ? അപ്പോൾ ഞാൻ അതാ ചോദിച്ചത്, നിങ്ങൾ കണ്ട ഫേവറേറ്റ്സ് മലയാളമായിരിക്കാം, അല്ലെങ്കിൽ സം ഫിലിംസ് ദാറ്റ് യു ഫെൽ ഡിസേർവ്ഡ് മോർ ലവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ ഈ വർഷം കണ്ടതിൽ? സിനിമയ്ക്ക് അപ്പുറത്തേക്ക് കറിയാൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി, അത് എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് അറിയാവുന്ന ഒരു വിഷയമൊക്കെയാണ്. അപ്പൊ ഒരു സിനിമ കാണുന്ന അതേ പ്രതീതി ആ ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് എന്നെ ഞാൻ ടേക്ക് അവേ ആയിരുന്നു. അത് ഞാൻ ഓർത്തിരിക്കുന്ന ഒരു, കാരണം അത് ഡോക്യുമെന്ററി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ കറിയൻ സൈനയുടെ അതിലൊരു എലമെന്റ് ഈ സൂക്ഷ്മദർശിനിയുടെ കഥ കേട്ടപ്പോൾ എന്നെ വല്ലാതെ ഇത് ചെയ്തു. അതായത് 4 വാൾസിനകത്ത് നടക്കുന്ന ഒരു സാധനം. പുറമേ നിന്ന് കാണുമ്പോൾ വീടും സാധനമാണ്, പക്ഷെ
നമ്മുടെ ഇവിടെ നടന്ന ആ മറ്റേ പീപ്പിളിനെ കൊന്നില്ല, എലന്തൂർ യെസ് എക്സാക്ട്ലി. ആ വീടൊക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിച്ചിട്ടാണ് ഈ വീട് എല്ലാ വീട്ടിലും ഒരു സീക്രട്ട് സംഭവിക്കാം. സീക്രട്ട് ബിഹൈൻഡ് ദ വാൾസ് എന്നുള്ള എൻ്റെ ഒരു സാധനം. സോ അഗൈൻ കൊറിയൻ സൈനയിലുള്ള അതിൻ്റെ ഒക്കെ ഒരു സാധനം ഒരു അത്ര ഹാർഡ് ഹിറ്റിങ് അല്ലെങ്കിൽ പോലും ഇവൻ ചെയ്ത ഒരു പരിപാടി അതായിരുന്നു എനിക്ക് നമുക്ക് വർക്കായത്. അത്ര ഹാർഡ് ഹിറ്റിങ് കൊടും ഡാർക്കല്ലാതെ അതിന് വെരി ലൈറ്റായിട്ട് എന്നെ ചിരിച്ചു തള്ളി നമുക്ക് അടിക്കാത്തുള്ളൊരു ലൈറ്റില്. ദാറ്റ് കോൾ വാസ് അമേസിങ്. എനിക്ക് ഫാമിലി ആൻഡ് സീക്രട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെ ഫാമിലി ആൻഡ് സീക്രട്സ്. കാരണം എനിക്കൊന്ന് ഞാൻ ഈ ഉള്ളൊഴുക്ക് എഴുതുന്ന സമയത്ത് കൊറിയൻ സൈനയുടെ എനിക്ക് വരുന്നതിന് കുറേ നാൾ മുമ്പാണ് ഉള്ളൊഴുക്ക് എഴുതാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഭയങ്കര ക്ലോസ് നെറ്റ് ഒരു ഫാമിലി സ്ട്രക്ചറുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. പക്ഷേ ഇത് ഭയങ്കര ക്ലോസ് നെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതിന് പലപ്പോഴും പ്രത്യേകിച്ച് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻ വരുന്നത് കൊണ്ട് തന്നെ പല സീക്രട്സും നമുക്ക് ഒരു സീക്രട്ട് വേൾഡ് ഉണ്ടാവും നമ്മുടെ പേരൻസിന് അറിയാത്ത. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരേ സമയം ഭയങ്കര ക്ലോസ് നെറ്റ് ആണ്, എന്നാൽ സീക്രട്ടീവ് ആണ്. അപ്പം ഉള്ളൊഴുക്കും ഈ പറഞ്ഞ പോലെ ഫാമിലി സീക്രട്സ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. അപ്പം കൊറിയൻ സൈനയുടെ അതിൻ്റെ ഒരു വേറൊരു എക്സ്ട്രീം ഈ പറയുന്ന ഫിലിംസ് ഒക്കെ എനിക്ക് വളരെ പേഴ്സണലി എന്നെ വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കെപ്പോഴും ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഒരു ഗ്രേ ഷെയ്ഡ്, അതായത് ക്രിസ്റ്റോ അവരുടെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ, അതായത് അവരെ വേറൊരു സാധനം കാണിച്ചിട്ട് ക്രിസ്റ്റോ ബാക്കിൽ ഇരുന്നിട്ട് അവരുടെ അതർ സൈഡും കാണിക്കുന്നുണ്ടെന്നുള്ളൊരു ഇതുപോലെ തോന്നി. എനിക്ക് അത് ഈ പറഞ്ഞ പോലെ ഈ സിനിമ എഴുതാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു ഫിലോസഫി ഇതായിരുന്നു. ലൈക്ക് അപ്പോൾ നമ്മൾ സിനിമയിൽ ഒരു ഹീറോയിനെയും വില്ലനെയും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എവരിബഡി ഈസ് ഫ്ലോഡ്, നോബഡി ഈസ് പെർഫെക്റ്റ്. എല്ലാവർക്കും ഒരു നല്ല സൈഡും ഉണ്ട്, മോശം സൈഡും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിലോസഫി എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഒരാളുടെ സൈഡിൽ നോക്കുമ്പോൾ അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷെ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ അവരുടെ സൈഡാണ് ശരിയെന്ന് തോന്നും. ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഫിലിമിൽ, പ്രഗാദിയുടെ ഒരു ഫിലിമിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമ ചെയ്യുമ്പോഴും അതായിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. വണ്ടർഫുൾ. സോ വൈൻഡിങ് അപ്പ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ 2025 നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ യു ഗൈസ് ലുക്കിംഗ് ഫോർവേഡ് ടു? ബാഹുലിന് കേരള ക്രൈം ഫയൽസ് 2 വരുന്നുണ്ട്, പിന്നെ വേറെ എന്താണ്? അതെ, ഈ ഇയർലി ബേസിസിൽ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് കൃഷ്ണന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. 2021 വെരി ബിഗിനിങ് എഴുതിയിട്ട് പിന്നെ അതായത് അപ്പോൾ ലോക്ക്ഡൗൺ സമയമായിരുന്നല്ലോ, അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടും ദിഞ്ചിത്തേട്ടൻ്റെ അടുത്ത് കൊടുത്തു. ദിഞ്ചിത്തേട്ടൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്തു. ഇത് കുറച്ച് നാളും കൂടെ. അപ്പോഴൊക്കെ ഈ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ എയറിലുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രൊജക്റ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഗിവൺ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിൽ ഈ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സിനുള്ളിൽ 50 മെമ്പേഴ്സ് ക്രൂവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കുഞ്ഞു OTT പടമായിട്ട് ഇത് ചെയ്തെടുക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ പ്ലാനിലേക്ക് അത് പോയേക്കാം എന്നുള്ളതുകൊണ്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, ഈ റെസ്ട്രിക്ഷൻസ് ഒന്ന് കുറഞ്ഞോട്ടെ, അപ്പോൾ കുറച്ചുകൂടെ ഫ്രീഡം ആയിട്ട് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് കുറച്ച് മാസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ എന്നിട്ട് ഒരു ഒക്ടോബറോട് അടുപ്പിച്ച് ആണ് ആസിക്കയുടെ അടുത്ത് പോയി പിച്ച് ചെയ്യുന്നത് 2021. എന്നിട്ട് ആസിക്ക ഒരു 3-4 മന്ത്സിനുള്ളിൽ നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. 2022 വെരി നെക്സ്റ്റ് ഇയർ വിത്തിൻ മന്ത്സ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത പ്ലാനായിരുന്നു. പക്ഷേ ഇയർലി പ്ലാനിങ്ങിൽ അർത്ഥമില്ല എന്നുള്ള ബോധ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെയില്ല. ഈ കീപ്പ് ഓൺ ട്രൈങ്, കീപ്പ് ഓൺ വർക്കിംഗ്, നടക്കേണ്ട സമയത്ത് നടക്കും. ഇപ്പം കേരള ക്രൈം ഫയൽസിൻ്റെ വർക്ക്, നമ്മുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഹോപ്പ്ഫുള്ളി ജനുവരിയിലേക്ക് സ്ട്രീം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹോട്ട്സ്റ്റാറിൻ്റെ ഡിസിഷനിലാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ജിതിൻ, എന്താണ് അടുത്ത ഏലിയൻ ഇൻവേഷൻ? അതിൻ്റെ ബേസിക്കലി ഇത് ഒരു പ്രോസസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ എല്ലാവരും ചോദിക്കുക എന്ന് സിനിമ ഇറങ്ങുന്നു, എന്ന് ഷൂട്ട് തുടങ്ങുന്നു എന്നൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം അടുത്ത സിനിമ എന്തായി, അടുത്തെന്തെന്ന് ചോദിക്കുന്ന ഒരു, പക്ഷെ ഈ പറയുന്ന കുറച്ച് സമയം എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയും ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളൊരു പ്രോസസ്സും കൂടെ, നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പറ്റില്ലല്ലോ, നമ്മുടെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നവരെയും കൂടെ രക്ഷപ്പെടുത്തണമെന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് പ്രൊഡക്ഷനും ഓപ്പറേഷനും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ ഞാനും സുഹൃത്തേട്ടനും കൂടെ ഈ പറയുന്ന അതിനൊരു നമ്മൾ ഇപ്പം ടോവി ട്രസ്റ്റ് ചെയ്ത് നിന്ന പോലെ ഒരു
ആക്ടർ അതിലേക്ക് വരണം. കാരണം നമ്മൾ അങ്ങനെ പറയാത്തൊരു കഥയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു ആക്ടർ വരണം, അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ വരണം. ഈ പറയുന്ന ഒരു 100-150 കോടി അടിച്ചിട്ട് ഈ പലരും വിചാരിക്കും നമുക്കെന്തോ അത് നമ്മളതും കൊണ്ടാണ് കറങ്ങി നടക്കുന്നത് എന്നുള്ളത്. അങ്ങനെയൊന്നും കിട്ടത്തില്ല. അത് പ്രൊഡ്യൂസറിനെ കിട്ടത്തുള്ളൂ, ഡയറക്ടറിന് അല്ലല്ല, അത് വോക്സ് വാഗൻ. അപ്പോൾ അത് വേറെ ആരോ പോയതാ. അപ്പോൾ കോടികളൊന്നും നമുക്ക് കിട്ടൂല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നടക്കുന്നു. അതിൻ്റെ ഒപ്പം സുഹിത്തേട്ടൻ തന്നിട്ടുള്ള സ്ക്രിപ്റ്റ് തലയിലുണ്ട്. അതിന് ഇങ്ങനെ ആ വിഷ്വൽ സാധനത്തിലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അത് സുഹിത്തേട്ടൻ 3ാമത്തെ പടവും 4ാമത്തെ പടവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ആക്ച്വലി ഐഡിയ കൺസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞാനിപ്പോൾ ഏപ്രിൽ ഷൂട്ട് തുടങ്ങുന്നു ഇപ്പോഴേ ആലോചിക്കാൻ അതൊരു പ്രാക്ടിക്കൽ അല്ലല്ലോ. ഒരുപാട് ക്രൈറ്റീരിയകൾ പറഞ്ഞ ബാബുല് പറഞ്ഞ പോലെ അത് ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതല്ല. നമ്മൾ ഏപ്രിൽ ഷൂട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി ഞാൻ ആദ്യത്തെ പടം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു മഴക്കാലം എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം, അത് മഴ കാരണം എനിക്ക് ലൊക്കേഷൻ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ സൂക്ഷ്മദർശനം ചെയ്യുമ്പോഴും മഴ ഒരു വലിയ പ്രശ്നമായിരുന്നു. ജൂൺ ജൂലൈയിലാണ് നമുക്ക് ഡേറ്റ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് കേരളത്തിൽ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഷൂട്ട് ചെയ്യാനായിട്ട്, മഴയില്ലാതെ. അപ്പം നമ്മുടെ കഥയൊക്കെ ഇതിനെ ഡിപ്പെൻഡഡ് ആണ് പ്രാക്ടിക്കലി നമ്മൾ അതിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കോൺഫ്ലിക്റ്റുകളെ ഇത് വേണം നമ്മളത് പ്രാക്ടിക്കലാവാൻ. ഒരാളിപ്പോൾ വെറുതെ നമുക്കൊരു മന്ത് പറഞ്ഞുകൊണ്ട് അത് പ്രാക്ടിക്കൽ ആവില്ല. മഴയുടെ കാര്യം പറഞ്ഞപ്പോഴോ കിഷ്കിന്ധാണത്തിന് ഷൂട്ട് ആണെന്നുണ്ട് ഹെവി മഴയുടെ സമയമായിരുന്നു. കാലം തെറ്റിപ്പ് ചെയ്തൊരു കാലക്കേടിൻ്റെ മഴയായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പാലക്കാട്, ഞങ്ങൾ ചെറുപ്പളശ്ശേരിയിൽ ഒറ്റപ്പാലം ഭാഗത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പാലക്കാട് ജില്ലയിൽ എത്തിയിരുന്ന കുറേ പടങ്ങളൊന്ന് പാക്കപ്പ് ചെയ്ത് മഴ കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് തിരിച്ചുപോയി. ഞങ്ങൾക്ക് പക്ഷേ ഡുവോർഡ് ചെയ്യായിരുന്നു, അങ്ങനെ ഒരു പ്രിവിലേജ് ഇല്ലായിരുന്നു. ഇപ്പം തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കാം, മഴ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട്. കാരണം ഒന്ന് നമുക്ക് ഡേറ്റ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, പിന്നെന്ന് വെച്ചാൽ ബ്രഹ്മയുഗം വാതുക്കൽ വന്ന് നിൽക്കണം. ബ്രഹ്മയുഗമായിട്ട് ഉളപ്പോണ മനക്കാർ ഓൾറെഡി കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്, ഇന്ന തീയതിക്കുള്ളിൽ വീട് ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം അവർക്ക് സെറ്റ് വർക്ക് ഉണ്ട്, 1.5 months സെറ്റ് വർക്ക് ഉണ്ട്. ജ്യോതിഷേട്ടനൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ വരും, അളവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മളിത് തീർത്തേ പറ്റുള്ളൂ, സമയമില്ല എന്ന് പറയുന്ന രീതിയിലേ. അപ്പോൾ ഈ പറഞ്ഞവരുണ്ട്, ഒരു പ്ലാനും അവിടെ വിലപ്പോയില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോവും, രാവിലെ വെക്കുമ്പോഴേക്ക് ഇത് നടക്കുമല്ലോ, ഓക്കെ അത് തീർക്കും പറഞ്ഞിട്ട്. സുധാതേട്ടൻ ഇനി എന്താണ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വരാൻ? ഡയറക്ഷൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ഇതുള്ളതുകൊണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതുകൊണ്ട്, കോമ്പറ്റീറ്റേഴ്സ് അല്ല കണ്ടംപററീസ് ആയിട്ടാണ്. അല്ല അത് ചെയ്തതാണെങ്കിലും ഭയങ്കര അല്ല, നിങ്ങളൊക്കെ പറയണ പോലെ ഇതിങ്ങനെ എഴുതി ഇതെല്ലാം ഈ ബാബുല് പറഞ്ഞ പോലെ ഇന്ന കൊല്ലം കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് അല്ലാതെ ആസ് എൻ ആക്ടർ ഇപ്പോൾ ഓപ്പണിംഗ് അപ്പ്, സോ അതിൽ ചില്ല് ചെയ്യപ്പോൾ തൽക്കാലം. ആക്ടിംഗ് ഈസ് മോർ ചില്ലിംഗ്, മോർ റിലാക്സ്ഡ്, അങ്ങനെയാണോ ആക്ടിംഗ്? യു എൻജോയ് ആക്ടിംഗ്? 100% മോർ റിലാക്സ്ഡ്. പറഞ്ഞ പോലെ ലൊക്കേഷൻ ടെൻഷൻ ഇല്ല. ക്യാരവാൻ എവിടെ ഇടണമെന്ന് പോലും നമ്മൾ ആലോചിക്കുന്നില്ല. അവിടെ അടുത്ത് ക്യാരവാൻ റെഡി ആയിട്ട് വിളിക്കാം സാർ, അപ്പം ഇറങ്ങിയാൽ മതി. അത് ഭയങ്കര ഡിഫറൻസ് ആണ് ഫ്രം എ ഡയറക്ടർ ടു ദിസ്. സോ യുൽ ഹാവ് മോർ ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടർ, ഡു തിങ്സ്. ഒരു പണ്ട് വിട്ടിരുന്ന ഒരു മേഖല തിരിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാലത്തെ ഡയറക്ഷൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വി ആർ ഏബിൾ ടു ലുക്ക് അറ്റ് ദ ക്യാരക്ടേഴ്സ് ഇൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡയറക്ഷൻ ബാക്ക് സീറ്റ് എന്നല്ല, 2-3 സബ്ജക്ട്സ് മൂവ് ചെയ്തിട്ടുണ്ട്, ചില ആക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ നടക്കുമ്പോൾ പറയാം നടക്കുന്നുണ്ട്. ക്രിസ്റ്റോ ഇപ്പോൾ എന്തായാലും മുംബൈയിൽ എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അതെ, ഒരു ഹിന്ദിയിലൊരു സീരീസ് ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷോ റണ്ണും ഡയറക്റ്റും ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് ഇയർ എൻ്റെയോടുകൂടി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കറിയൻ സൈനൈഡ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഒരു ഫ്ലോറിലെത്തി ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യം, അത് ചെയ്യണം എന്നുണ്ട് കുറേ കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട്. നമ്മൾ തന്നെ എഴുതുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു സഫക്കേറ്റിംഗ് ഫീലിംഗ് ആണ് പലപ്പോഴും. അപ്പം അത് കുറേ കൂടെ മുന്നോട്ട് പോകുമ്പം കുറേ കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലല്ല ഈ കാര്യങ്ങളൊക്കെ, അത് സംഭവിക്കുമ്പം അങ്ങ് സംഭവിച്ചു പോവാണ്. പക്ഷെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്.
ഫ്രീക്വന്റ് ആയിട്ട് അതെ ഇത്രയും ഗ്യാപ്പ് ഇല്ല. ഇത്രയും ഗ്യാപ്പ് ഇല്ലാതെ, കാരണം ഇതൊരു നമ്മളീ പറയുന്ന ഒരു ജോലി കൂടിയാണല്ലോ, ഒരു പ്രൊഫഷൻ കൂടിയാണല്ലോ. നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ഫാമിലി റൺ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിന് ഒരു 8 years എടുത്തിട്ട് ഒരു പ്രോജക്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പം ഓഫ് കോഴ്സ് നമ്മൾ അതിൻ്റെ കൂടെ ചിലപ്പം റൈറ്റ് ചെയ്യുന്നുണ്ടാവും ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ വേറെ റൈറ്റേഴ്സിനോട് റൈറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് ഭയങ്കര വലിയൊരു ഗ്യാപ്പാണ്. ഞാൻ പഠിച്ചത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ അതിനൊരു പ്രൊഫഷനായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ അപ്പം കുറേ വർഷങ്ങൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയും പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന മാറി നിന്നിട്ട് ഇടയ്ക്കൊക്കെ ഈ ജോലി ഒന്ന് ചെയ്യാൻ പറ്റിയെങ്കിൽ. ആക്ഷൻ വിളിക്കുന്നതിന്റെ ഹൈ അത് ഞാൻ 2023 മാർച്ചിൽ പരിപാടി നിർത്തിയതിനു ശേഷം ഇതുവരെയും അത് വിളിക്കാനുള്ള ആക്ഷൻ വിളിക്കാൻ കിട്ടിയിട്ടില്ല. ആ ഡെസ്പറേഷൻ അത് ശരി, അത് വേറെ ഹൈ തന്നെയാണ്. അതൊരു ഹൈ തന്നെ. അതെ, അപ്പം അതൊന്നും മാറിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലല്ല ഇതൊന്നും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ഷൻ വിളിക്കാൻ പറ്റട്ടെ, ആക്ഷൻ വിളിക്കാൻ പറ്റട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ഹോപ്പ് യു എൻജോയ് ദ കോൺവെർസേഷൻ. താങ്ക് യു.